ഹലോ മക്കളെ, നമ്മൾ ഇന്ന് മലയാള സിനിമയെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് PSC എക്സാമുകൾക്കെല്ലാം തന്നെ ഏതെങ്കിലും ഒരു മലയാള സിനിമയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? കഴിഞ്ഞ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ഒരു മലയാളം സിനിമയെ കുറിച്ചൊരു ചോദ്യം. അപ്പം നമുക്ക് മലയാളം സിനിമയെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കോഡ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പറയാം. നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കോഡ് വെച്ച് തന്നെ പറയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും സെല്ലുലോയിഡ് സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലെ? പൃഥ്വിരാജ് നായകനായിക്കൊണ്ടുള്ള സെല്ലുലോയിഡ് സിനിമ. ഈ സെല്ലുലോയിഡ് സിനിമയിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? JC ഡാനിയലിന്റെ കഥയാണ് ഈ സെല്ലുലോയിഡ് മൂവിയിൽ പറയുന്നത്. എല്ലാവരും കണ്ടിട്ടില്ലേ ആ മൂവി? അപ്പൊ JC ഡാനിയൽ അതിലൊരു പടം പിടിക്കുകയാണ് അല്ലെ? ആദ്യമായിട്ട് മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അദ്ദേഹം എന്താണ്, ഒരു നല്ല ധനികനായിട്ടുള്ള ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു അല്ലെ? നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും. വളരെ ധനികനായിട്ടുള്ള മമതയായിരുന്നു അദ്ദേഹത്തിന്റെ ആ സിനിമയിൽ ഭാര്യയായിട്ട് അഭിനയിച്ചത്. അങ്ങനെ ഒരു സിനിമ പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. സിനിമയൊക്കെ പിടിക്കുന്നു. ആരെ നായികയാക്കിക്കൊണ്ടിരുന്ന PK റോസി എന്ന് പറഞ്ഞൊരു അല്ലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അതിൽ നായികയാക്കുന്നത്. PK റോസി എന്ന് പറഞ്ഞിട്ടുള്ളത്. നായകൻ ആര് തന്നെയായിരുന്നു? നമ്മുടെ JC ഡാനിയൽ. ആ സിനിമയിലാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ്, പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ JC ഡാനിയൽ തന്നെയായിരുന്നു നായകൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫിലിമൊക്കെ പിടിച്ചു കഴിഞ്ഞത് റിലീസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? താഴ്ന്ന ജാതിക്കാരെ ആ സിനിമ മുഴുവനായിട്ടും ഉപരോധിക്കുകയാണ് അല്ലെ? കാരണം അത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീനെ വെച്ചുകൊണ്ടാണ് ആ പടം പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ പടം തന്നെ നിരോധിക്കുന്നു. അതേപോലെ തന്നെ ആ PK റോസിയെ വളരെ മോശമായിട്ടാണ് പിന്നെ ചിത്രീകരിക്കുന്നത്. അക്കാലത്തൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും മോശപ്പെട്ട, നമ്മ ദേവദാസികൾ എന്നൊക്കെ പറയില്ല, ഈ ഒരു രീതിയിലാണ് അവരെ കണ്ടിരുന്നത്. അത്ര മോശമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആ പടം തന്നെ മൊത്തത്തിൽ ഫ്ലോപ്പായി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഇതിലേക്ക് എത്താനോ അല്ലെങ്കിൽ പ്രശസ്തിയിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതിന് കൂടുതൽ പോപ്പുലർ ആവാനോ ഒന്നും തന്നെ സാധിക്കാതെ ആ പടം അവിടെ വെച്ച് അവസാനിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ നമുക്ക് ആ പടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം അവിടെ നിന്ന് കിട്ടും. ആദ്യമായിട്ട് നമ്മുടെ മലയാളത്തിൽ ഒരു സിനിമ എടുക്കുന്നത് JC ഡാനിയലാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് JC ഡാനിയലിനാണ്. മലയാള സിനിമയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് JC ഡാനിയലാണ്. JC ഡാനിയലിന്റെ പേരിൽ ഒരു പുരസ്കാരം തന്നെ കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? മലയാളത്തെ സിനിമയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരം എന്നറിയപ്പെടുന്നത് തന്നെ JC ഡാനിയലിന്റെ പേരിലുള്ള JC ഡാനിയൽ പുരസ്കാരമാണ്. ഈ JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് PSC പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ അടുത്ത് ലഭിച്ചിട്ടുള്ള ഏറ്റവും അവസാനമായിട്ട് 2022 ലഭിച്ചിട്ടുള്ളത്. നമ്മ ഈ സിനിമകളൊക്കെ സാധാരണ TV-യിലല്ലേ കാണാം. അപ്പൊ അതിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. TV ചന്ദ്രനാണ് JC ഡാനിയൽ പുരസ്കാരം ഏറ്റവും അവസാനമായിട്ട്, അതായത് 2022 ലഭിച്ചത്. TV ചന്ദ്രൻ. ഇനി ഈ JC ഡാനിയൽ പുരസ്കാരം ഏറ്റവും ആദ്യം ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ TV അല്ലേ പറഞ്ഞത്, ഏറ്റവും ആദ്യം TE ആണ്. TE വാസുദേവൻ. നമ്മ MT വാസുദേവൻ നായർ ഒരുപാട് അല്ലെ സിനിമയ്ക്ക് ഒരുപാട് തിരക്കഥകളൊക്കെ നൽകിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇത് MT വാസുദേവൻ അല്ല, ഇത് വേറെ വാസുദേവനാണ്, TE വാസുദേവൻ. അപ്പോൾ അടുത്ത് 2022 ഏറ്റവും അവസാനമായിട്ട് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് TV ചന്ദ്രനാണ്. അത് ഇപ്പോഴുള്ളത് TV-യും അന്നത്തത് TE വാസുദേവനാണ് ഏറ്റവും ആദ്യത്തെ JC ഡാനിയൽ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത്. ഇനി JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറന്മുള പൊന്നമ്മയാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കില്ലേ ആറന്മുള പൊന്നമ്മേനെ? അപ്പൊ JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് JC ഡാനിയലാണ്. ഇനി നമ്മൾ ചോദിക്കാറുണ്ട്, ഈ JC ഡാനിയൽ ഏത് പടമാണ് അന്ന് എടുത്തത് അല്ലെ? ആ പടത്തിനൊരു പേര് വേണ്ടേ? വിഗതകുമാരൻ എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ പേര്, വിഗതകുമാരൻ. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതെന്ന് ചോദിച്ചാൽ വിഗതകുമാരനാണ്. വിഗതകുമാരനിൽ ശബ്ദം ഉണ്ടായിരുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ സിനിമ വിഗതകുമാരനാണ്. ഈ വിഗതകുമാരനിലെ നടി റോസി ആയതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ആദ്യത്തെ നടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോസിയാണ്, PK റോസി. ഈ PK റോസിയുടെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ട്, മലയാള നോവൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന് നഷ്ടനായിക എന്ന് പറയുന്നത്. നഷ്ടനായിക നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ സാധിക്കില്ലേ? ഇപ്പോഴത്തെ നായികമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അല്ലെ, നായിക ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും ആരാധനാ കഥാപാത്രങ്ങളാണ്. പക്ഷെ അന്നത്തെ നായിക എന്ന് പറഞ്ഞാൽ പിന്നെ അതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ മോശമായിട്ടാണ് അവരെ പിന്നെ കാണുന്നത്. അപ്പൊ നഷ്ടനായിക എന്നുള്ളതായിരുന്നു PK റോസിനെ കുറിച്ചിട്ടുള്ള നോവൽ എന്ന് പറയുന്നത്. ഈ നോവൽ എഴുതിയത് വിനു എബ്രഹാം ആണ്. ജസ്റ്റ് കേട്ടിരുന്ന മതി. ആ ഇതിന്റെ നോവലിന്റെ പേര് ശ്രദ്ധിക്കുക, നഷ്ടനായിക എന്നുള്ളതാണ്. PK റോസിയെ കുറിച്ചിട്ടുള്ള PK റോസിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള നോവലാണ് നഷ്ടനായിക. വിനു എബ്രഹാം ആണ് അത് എഴുതിയത്. ഇനി ആദ്യത്തെ നായക വേഷം അഭിനയിച്ച നടൻ
വെറുതെ നടൻ എന്നല്ല, ആദ്യത്തെ നായകവേഷം അഭിനയിച്ച നടൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് JC ഡാനിയൽ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ സിനിമ വിഗതകുമാരനാണ്. ആദ്യത്തെ മലയാളത്തിലെ നടി എന്ന് പറയുന്നത് റോസിയാണ്, PK റോസിയാണ്. നായകവേഷം അഭിനയിച്ച ആദ്യത്തെ നടൻ എന്ന് പറയുന്നത് JC ഡാനിയൽ തന്നെയാണ്. JC ഡാനിയൽ തന്നെയായിരുന്നു ആ സിനിമയുടെ സംവിധാനം അല്ലേ. ഇനി ഈ സിനിമ എന്നാണ് പുറത്തിറങ്ങിയത്? 1928 JC ഡാനിയലിന്റെ ഈ വിഗതകുമാരൻ എന്നുള്ള സിനിമ പുറത്തിറങ്ങിയത്. 1928. അവിടെ നിന്നാണ് നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പൊ ആ വർഷം പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. 1928 JC ഡാനിയലിന്റെ വിഗതകുമാരൻ എന്നുള്ള സിനിമ പുറത്തിറങ്ങിയത്. ഇനി ഇതെവിടെയെങ്കിലും പ്രദർശിപ്പിക്കണം അല്ലെ, ഏതെങ്കിലും ഒരു തിയേറ്ററിൽ വേണ്ടേ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട്? ആ തിയേറ്ററിന്റെ പേര് ക്യാപിറ്റോൾ തിയേറ്റർ എന്നായിരുന്നു. ഏത് തിയേറ്ററിലാണ്? ക്യാപിറ്റോൾ തിയേറ്റർ. ട്രിവാൻഡ്രത്താണ് ഈ ക്യാപിറ്റോൾ അല്ലെ. നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ആണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തുള്ള ക്യാപിറ്റോൾ തിയേറ്ററിലാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത്. ഇനി ഇത് നമ്മ അറിയാം, ഇന്നത്തെ പോലെ ഒന്നല്ല, പണ്ടെല്ലാം സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അല്ലെ, പടം മൊത്തം സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പൊ ഈ പടം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് JC ഡാനിയൽ ആരംഭിച്ച ഒരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയുടെ പേരാണ് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി JC ഡാനിയൽ തന്നെ ആരംഭിച്ച ഒരു താൽക്കാലിക സ്റ്റുഡിയോ ആണ് ട്രാവൻകൂർ നാഷണൽ സ്റ്റുഡിയോ. അപ്പൊ വിഗതകുമാരൻ ചിത്രീകരിച്ച സ്റ്റുഡിയോ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് ആണ്. ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് JC ഡാനിയൽ തന്നെയാണ് അത് സ്ഥാപിച്ചതെന്നും കൂടി ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അപ്പൊ അത് തന്നെയാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് തന്നെയാണ്. മലയാള ഭാഷയുടെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും JC ഡാനിയൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞു മലയാള സിനിമയിലെ പരമോന്നത പുരസ്കാരം JC ഡാനിയൽ പുരസ്കാരമാണെന്ന്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും പരമോന്നത പുരസ്കാരം ഏതാണ്? അത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് അല്ലെ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരം. ഇനി ലോക സിനിമയുടെ പരമോന്നത പുരസ്കാരം ഓസ്കാർ അവാർഡുകളാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് JC ഡാനിയലിനെ കുറിച്ചും JC ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരൻ എന്നുള്ള ചിത്രത്തെ കുറിച്ചിട്ടാണ്. മലയാള സിനിമയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് JC ഡാനിയൽ. അതുകൊണ്ട് തന്നെ JC ഡാനിയലിന്റെ പേരിലാണ് മലയാളത്തിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സിനിമാ പുരസ്കാരം അല്ലെ, JC ഡാനിയൽ പുരസ്കാരം എന്നുള്ളത്. ഇപ്പോൾ ലഭിച്ചത് JC ഡാനിയൽ പുരസ്കാരം 2022 ലഭിച്ചത് TV ചന്ദ്രനാണ്. നമ്മൾ TVയിലല്ലേ സിനിമയൊക്കെ കാണാം. അപ്പൊ TV ചന്ദ്രനാണ്. ഇനി ഏറ്റവും ആദ്യത്തെ JC ഡാനിയൽ പുരസ്കാര റിസീപ്റ്റ്, അതായത് സ്വീകർത്താവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TE ആണ്. TVക്ക് പകരം TE വാസുദേവനാണ്. ആദ്യമായിട്ട് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറന്മുള പൊന്നമ്മയാണ്. ഈ JC ഡാനിയലിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് സെല്ലുലോയിഡ് എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സെല്ലുലോയിഡ് സിനിമയിൽ ആരാണ് അഭിനയിച്ചിട്ടുള്ളത്? നമ്മുടെ JC ഡാനിയൽ എന്നുള്ള കഥാപാത്രമായിട്ട് പൃഥ്വിരാജാണ് അഭിനയിച്ചിട്ടുള്ളത് അല്ലെ. JC ഡാനിയൽ എടുത്ത വിഗതകുമാരനിലെ നായകൻ നമ്മുടെ ആരെന്നെയായിരുന്നു? JC ഡാനിയൽ തന്നെയായിരുന്നു. അതേപോലെ നായിക എന്ന് പറയുന്നത് PK റോസിയാണ്. അതുകൊണ്ട് മലയാള സിനിമയിലെ ആദ്യത്തെ നായിക ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PK റോസിയും, നായക വേഷം ചെയ്ത ആദ്യത്തെ നടൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് JC ഡാനിയലുമാണ്. ഈ സിനിമ പുറത്തിറങ്ങിയത് 1928 ആ വർഷം മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. 1928 വിഗതകുമാരൻ എന്നുള്ള സിനിമ പുറത്തിറങ്ങിയത്. ഈ PK റോസിയുടെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു നോവൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ നോവലിന്റെ പേരാണ് നഷ്ടനായിക എന്നുള്ളത്. നഷ്ടനായിക അത് രചിച്ചത് വിനു എബ്രഹാം ആണ്. ഇനി ഈ വിഗതകുമാരൻ എന്നുള്ള സിനിമ പ്രദർശിപ്പിച്ച തിയേറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റോൾ തിയേറ്റർ ട്രിവാൻഡ്രമാണ്. ക്യാപിറ്റോൾ തിയേറ്റർ തിരുവനന്തപുരം അല്ലെ. അപ്പൊ നമ്മുടെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ അല്ലേ, കേരളത്തിന്റെ ക്യാപിറ്റൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റോൾ തിയേറ്റർ തിരുവനന്തപുരം. ഇനി ഇതിനു വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഒരു സ്റ്റുഡിയോ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. JC ഡാനിയൽ തന്നെയാണ് ഒരു സ്റ്റുഡിയോ നിർമ്മിച്ചത്. ആ സ്റ്റുഡിയോയുടെ പേരെന്ന് പറയുന്നത് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നുള്ളതാണ്. ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ്. അപ്പൊ ആദ്യത്തെ സ്റ്റുഡിയോ, കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇനി ഈ സെല്ലുലോയിഡ് സിനിമ ഇത് സംവിധാനം ചെയ്തത് ആരെന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് കമലാണ്. കമലിനെ അറിയാലോ, കമൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധായകനാണല്ലേ. കമലാണ് സെല്ലുലോയിഡ് എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് എന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് ആദ്യമായിട്ട് ഇറങ്ങിയ ചിത്രം വിഗതകുമാരനാണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഈ വിഗതകുമാരന് ശേഷം മലയാളത്തിൽ ഇറങ്ങിയ മറ്റൊരു സിനിമയാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിൽ രണ്ടാമതിറങ്ങിയ ചിത്രം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഈ മാർത്താണ്ഡവർമ്മ പുറത്തിറങ്ങിയെന്ന് പറയുന്നത് 5 വർഷം കൂടിയും കൂട്ടാം. 1928 കൂടി 5
വർഷം കൂടി കൂട്ടാം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 1933 കിട്ടും അല്ലെ. ഇനി അടുത്ത സിനിമ അതേ 5 കൂടി കൂട്ടിയാൽ മതി. അതുകൊണ്ടാണ് 5 കൂട്ടാൻ പറഞ്ഞത്. അപ്പൊ 1928 കൂടെ 5 കൂടി കൂട്ടുമ്പോൾ 1933. 1933 മാർത്താണ്ഡവർമ്മ ചിത്രം പുറത്തിറങ്ങുന്നത്. ഇത് CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അതായത് നമ്മുടെ CV രാമൻ പിള്ളയുടെ ചരിത്ര നോവലായിട്ടുള്ള മാർത്താണ്ഡവർമ്മ, അതിനെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ് ഈ മാർത്താണ്ഡവർമ്മ എന്നുള്ള ഫിലിം. പക്ഷെ ഇത് അധിക കാലം പ്രദർശിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ഇതിനെതിരെ കോപ്പിറൈറ്റ് ഇഷ്യൂ ചെയ്തു. ഇത് കേസിന് പോയിട്ട് അങ്ങനെ കോടതി വിധിയിലൂടെ ഇത് നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് തീർപ്പ് വന്നു. ആ കേസിൽ നമ്മുടെ ഫിലിം എടുത്തവര് പരാജയപ്പെട്ടു. പിന്നീട് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പൊ വിഗതകുമാരൻ അതെ നമുക്ക് അധികം കാലം പ്രദർശിപ്പിക്കാൻ സാധിച്ചില്ല. മാർത്താണ്ഡവർമ്മ വെറും 4 ദിവസം മാത്രമേ പ്രദർശിപ്പിച്ചുള്ളൂ. ഈ നമ്മുടെ ആദ്യത്തെ ചരിത്ര നോവലിനെ സിനിമയാക്കിയത്, അല്ലെങ്കിൽ ആദ്യത്തെ നോവൽ സിനിമയായത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ചരിത്രപരമായിട്ടുള്ള ഫിലിം ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഉത്തരം മാർത്താണ്ഡവർമ്മ തന്നെയാണ്. നമ്മുടെ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന ഫിലിം എടുത്തത്. ഈ പടം ചിത്രീകരിച്ചത് മലയാളികളല്ല. ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നതും തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് PV റാവു എന്നുള്ളതാണ്. അപ്പൊ കോടതി വിധിയിലൂടെ പ്രദർശനം നിർത്തിവെച്ച സിനിമയാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ചരിത്ര നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ആദ്യത്തെ സിനിമ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് മാർത്താണ്ഡവർമ്മ തന്നെയാണ്. മാർത്താണ്ഡവർമ്മ 1933 പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു അല്ലെ. 1928 വിഗതകുമാരൻ പ്ലസ് 5 കൂട്ട 1933 മാർത്താണ്ഡവർമ്മ പ്ലസ് 5 കൂടിയും കൂട്ട 1938 ബാലൻ സിനിമ പുറത്തിറങ്ങി. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം എന്ന് പറയുന്നത് ബാലനാണ്. മലയാളത്തിലെ ബാലന്മാർ, ചെറിയ കുട്ടികൾ 1 മിനിറ്റ് മിണ്ടാതിരിക്കൂ. എത്ര സമയം മിണ്ടാണ്ടിരിക്കാൻ അവർക്ക് പറ്റൂലേ? ഒരു 5 മിനിറ്റ് പോലും അവർക്ക് തികച്ചും മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം എന്ന് പറയുന്നത് ബാലനാണ്. ബാലൻ സംവിധാനം ചെയ്തത് S നെട്ടാണിയാണ്. നൊട്ടാണിയാണ് ഈ ബാലൻ എന്നുള്ള ഫിലിം സംവിധാനം ചെയ്തത്. ആദ്യത്തെ ശബ്ദചിത്രം ഏതെന്ന് ചോദിച്ചാൽ ബാലനാണ്. രണ്ടാമത്തെ ശബ്ദചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ജ്ഞാനാംബികയാണ്. അത് രണ്ടും പേരൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ആദ്യത്തെ ശബ്ദചിത്രം ബാലനും രണ്ടാമത്തെ ശബ്ദചിത്രം എന്ന് പറയുന്നത് ജ്ഞാനാംബികയാണ് രണ്ടാമത്തെ ശബ്ദചിത്രം എന്ന് പറയുന്നത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ്, അത് വളരെ ഹിറ്റ് ആയിട്ടുള്ള സിനിമ അല്ലെ. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് പടം ഏതെന്ന് ചോദിച്ചാൽ അത് ജീവിത നൗക. അപ്പൊ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ ഇപ്പൊ തന്നെ അറിയാം, നമ്മുടെ മലയാളത്തിൽ ഏതെങ്കിലും ഒരു പടം ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് മൊഴിമാറ്റം ചെയ്ത് മറ്റുള്ള ഏതെങ്കിലുമൊക്കെ പടത്തിലേക്ക് മാറ്റൂലേ, ഭാഷയിലേക്ക് മാറ്റും. അതുകൊണ്ട് തന്നെ ഈ ജീവിത നൗക എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനെ വേറെ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തു. അപ്പൊ മറ്റൊരു ഭാഷയിലേക്ക് അല്ലെങ്കിൽ അന്യ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ ജീവിത നൗക തന്നെയാണ്. അപ്പൊ ഇന്നല്ല, പണ്ടേ തൊട്ട് ഈ സമ്പ്രദായം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ ഏതെന്ന് ചോദിച്ചാൽ ജീവിത നൗകയാണ്. അന്യഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ജീവിത നൗക തന്നെയാണ്. ഈ നൗക എന്നൊക്കെ പറയണത് നമ്മ വഞ്ചിനെയൊക്കെ പറയൂലേ, നൗക എന്ന് പറയണത് ഇല്ലേ. അപ്പൊ നമ്മള് ഇത് എന്തോ ഒരു വെമ്പലാണ്, ഇത് തുഴഞ്ഞ് എവിടേക്കോ എത്താനുള്ള ഒരു വെമ്പലാണെന്നൊന്ന് ജസ്റ്റ് ഓർക്കാൻ പറ്റൂ. ജീവിത നൗക എന്ന് പറയുമ്പോൾ നൗകയിൽ പോകുന്നത് എന്തിനോ വേണ്ടിയുള്ള ഒരു വെമ്പലാണ്, ഒരു വെമ്പൽ കൊണ്ടുകൊണ്ടാണ് പോണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് ഇതിന്റെ സംവിധാനം എന്ന് പറയുന്നത് കെ വെമ്പു ആണ് ഈ ജീവിത നൗകയുടെ സംവിധാനം. ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. ജീവിത നൗകയുടെ സംവിധാനം കെ വെമ്പു. ഇനി ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ മലയാളത്തിലെ ആദ്യത്തെ ചിത്രം ഏതാണ്? ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. ഇത് PSC സ്ഥിരം റിപ്പീറ്റ് ആയി ചോദിച്ചതുകൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറഞ്ഞത്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള ചിത്രം എലിപ്പത്തായമാണ്. അപ്പൊ ഈ ബ്രിട്ടീഷ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ടോം ആൻഡ് ജെറി അല്ലെ. ടോം ആൻഡ് ജെറി ബ്രിട്ടീഷുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ബ്രിട്ടീഷുകാർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമാണെന്ന് വിചാരിക്കുക. ടോം ആൻഡ് ജെറി ഉണ്ടല്ലോ, അതിൽ ജെറി അല്ലേ പ്രധാന കഥാപാത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഈ എലിപ്പത്തായം കണ്ടപ്പോൾ അവർക്ക് അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടാവണം. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കേൾക്കുമ്പോൾ ആ പേര് ശ്രദ്ധിക്കുക. കാരണം ഇനി ഫ്രഞ്ചിന്റെ പ്രത്യേക പുരസ്കാരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ബ്രിട്ടീഷ് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ടോം ആൻഡ് ജെറിയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എലിപ്പത്തായമാണ് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? എലിപ്പത്തായമാണ്. ഈ എലിപ്പത്തായം ആരാണ് സംവിധാനം ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് അല്ലെ. അടൂർ ഗോപാലകൃഷ്ണനാണ് എലിപ്പത്തായം സംവിധാനം ചെയ്തത്. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഏറ്റവും ആദ്യത്തെ സിനിമ ഇതാണോ? അല്ലല്ലോ. അടൂർ ഗോപാലകൃഷ്ണന്റെ ഏറ്റവും ആദ്യത്തെ സിനിമ ഏതാണ്? സ്വയംവരാണ്.
അപ്പൊ സാധാരണ ഈ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യത്തെ പടം എടുത്തുള്ളൂ. അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരത്തിന് ശേഷമാണ് ആദ്യത്തെ പടം എടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അപ്പൊ സ്വയംവരമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ പടം എന്ന് പറയുന്നത്. ഇനി ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സിനിമാ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. നമ്മുടെ സംസ്ഥാനത്തല്ല, ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഫ്രാൻസിന്റെ ലീജിയൻ ഓഫ് ഹോണർ പുരസ്കാരം നേടിയ മലയാള സംവിധായകനും അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ഫ്രഞ്ചിന്റെയും കിട്ടിയിട്ടുണ്ട്, ബ്രിട്ടന്റെയും കിട്ടിയിട്ടുണ്ട് അല്ലെ. ഫ്രഞ്ചിന്റെ എന്താണ്? ലീജിയൻ ഓഫ് ഹോണർ പുരസ്കാരം നേടിയ മലയാള സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞത്? ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏത് അവാർഡ് നേടിയ ചിത്രം അല്ലെ? ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ ചിത്രമാണ് എലിപ്പത്തായം. അപ്പൊ ടോം ആൻഡ് ജെറിനെ ഓർത്താൽ മതി, എലിപ്പത്തായം. ഈ എലിപ്പത്തായം സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണന് ബ്രിട്ടന്റെ മാത്രമല്ല ഫ്രഞ്ചിന്റെയും കിട്ടിയിട്ടുണ്ട്. അതായത് ഫ്രാൻസിന്റെ ലീജിയൻ ഓഫ് ഹോണർ, ആ പേര് ശ്രദ്ധിക്കുക, ഫ്രാൻസിന്റെ ലീജിയൻ ഓഫ് ഹോണർ പുരസ്കാരം നേടിയ മലയാള സംവിധായകനും അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സംവിധായകനും അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സംവിധായകനും അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ ഏറ്റവും ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് സ്വയംവരമാണെന്ന് ഓർത്തു വെക്കാം. ഇനി അതേപോലെ തന്നെ കേരള സർക്കാർ ഒരു കമ്മിറ്റീനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാള സിനിമയിലെ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മുടെ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ തലവനും അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. ഇത് ഒരു 2000 ആ കാലഘട്ടത്തിലാണ്. നമുക്കറിയാൻ സാധിക്കും, ആ സമയത്തൊക്കെ നിരത്തി മലയാളം പടങ്ങൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പൊ എന്നൊക്കെ പറയുന്നത് വരുന്നതെല്ലാം ഹിറ്റാണ് അല്ലെ, എല്ലാ പടങ്ങളും ഹിറ്റാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് എല്ലാം ഫ്ലോപ്പ് പടങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ കേരള സർക്കാർ ഈ മലയാള സിനിമയിലെ മാറ്റത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ നിയോഗിച്ചു. മൊത്തത്തിൽ മലയാള സിനിമ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അടൂർ ഗോപാലകൃഷ്ണനെ തലവനായിട്ട് കൊണ്ടുള്ള ഒരു കമ്മിറ്റീനെ നിയോഗിച്ചു. ആ കമ്മിറ്റി 2014 റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പൊ കൂടുതലൊന്നും അറിയേണ്ട, ഇങ്ങനെ കേരള സർക്കാർ നിയമിച്ച ഈ കമ്മിറ്റിയുടെ, മലയാള സിനിമയിലെ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ അടൂർ ഗോപാലകൃഷ്ണനാണെന്ന് അറിഞ്ഞിരിക്കാം. ഈ അടൂർ ഗോപാലകൃഷ്ണൻ, അതേപോലെ തന്നെ ഷാജി എൻ കരുൺ, അരവിന്ദ്, ഇങ്ങനത്തെ കുറച്ച് സംവിധായകന്മാരൊക്കെ നമ്മുടെ PSCക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടവരാണ്. അപ്പൊ അവരെ കുറിച്ചൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണന് 2 അവാർഡുകൾ അല്ലെ, പ്രധാനമായിട്ട് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്, എലിപ്പത്തായത്തിനാണ് ലഭിച്ചത്. ഫ്രാൻസിന്റെ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദേശീയ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ച ഒരു മലയാള സംവിധായകൻ എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് സ്വയംവരമാണ്. ഇത്രയും ഓർത്തില്ലേ? ഇനി നമുക്ക് ഷാജി എൻ കരുണെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഷാജി എൻ കരുൺ PSCക്ക് വളരെ ഇഷ്ടമാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഷാജി എൻ കരുണിന്റെ ഒരു ചിത്രമുണ്ട്. അത് അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടത് പിറവി എന്നുള്ളൊരു ചിത്രം. പിറവി ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള സിനിമയാണ് പിറവി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ സിനിമ ഏതാണ്? അത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ എന്നല്ല, പിറവിയാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ സിനിമ പിറവിയാണ്. അപ്പൊ പിറവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അല്ലെ, ഒരു പ്രസവത്തിനോടൊക്കെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ അത്രയും അല്ലെ, പ്രസവത്തേക്ക് നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് കാണാം. അപ്പൊ നമ്മൾ അത്രയും വേദന അനുഭവിക്കുന്നവർക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കൊടുക്കണം അല്ലെ. ഇത്ര അധികം വേദന സഹിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകാന്ന് പറയുന്നത് ഒരുപാട് അവാർഡുകൾ, എത്ര അവാർഡുകൾ കൊടുത്താലും മതിയാവാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിറവി എന്ന് കേൾക്കുമ്പോൾ കുറെ അവാർഡുകൾ കിട്ടിയതാണെന്ന് ഓർക്കുക. അതേപോലെ തന്നെ നല്ല കരുണ അല്ലെ, നമുക്ക് വളരെയധികം കരുണ തോന്നും അങ്ങനെ വേദന അനുഭവിക്കുന്നത് കാണുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ കരുണ എന്നതിൽ നിന്നും ഷാജി എൻ കരുൺ, ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക്. അല്ലാത്തവർ PSC പഠിക്കുന്നവർ ഇതൊക്കെ ബൈഹാർട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പിറവി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പിറക്ക അല്ലെ, ഒരു കുഞ്ഞ് പിറക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് അവാർഡുകൾ കൊടുക്കണം. അതേപോലെ തന്നെ വളരെ കരുണ തോന്നുന്ന ഒരു സംഭവമാണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ രണ്ടും കിട്ടും. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള സിനിമയാണ് പിറവി എന്ന് പറയുന്നത്. ഷാജി എൻ കരുണാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ഷാജി എൻ കരുണിന്റെ മറ്റൊരു സിനിമയാണ് വാനപ്രസ്ഥം. നിങ്ങൾക്കറിയാലേ, മോഹൻലാൽ നായകനായിക്കൊണ്ടുള്ള സിനിമയാണ് വാനപ്രസ്ഥം. അതിൽ സുഹാസിനിയാണ് നായിക എന്ന് പറയുന്നത്. ഈ നമ്മുടെ മോഹൻലാലിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് വാനപ്രസ്ഥം അല്ലെ. മോഹൻലാലിന് ദേശീയ അവാർഡ്, ആ വർഷത്തെ ദേശീയ അവാർഡ്. അതായത് ഈ നമ്മുടെ വാനപ്രസ്ഥം പുറത്തു വന്ന വർഷം എന്ന് പറയുന്നത് 1999 1999 വാനപ്രസ്ഥം വരുന്നത്. ആ വർഷം തന്നെ നമ്മുടെ ആർക്ക്, മോഹൻലാലിന് ദേശീയ പുരസ്കാരം, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വാങ്ങിക്കൊടുത്ത ചിത്രമാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ഈ വാനപ്രസ്ഥത്തിന് മറ്റൊരു പ്രത്യേകത
പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമ്മുടെ സക്കീർ ഹുസൈൻ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു സിനിമയാണ് സ്വം എന്ന് പറയുന്നത്. സ്വം എന്ന് പറയുന്നത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് സ്വം എന്ന് പറയുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവൽ, വേറെ ഫിലിം ഫെസ്റ്റിവൽ ഒന്നല്ല, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് സ്വം എന്ന് പറയുന്നത്. ഈ സ്വം എന്ന് പറയുമ്പോഴേ സ്വം എന്ന് കേൾക്കുമ്പോൾ സ്വന്തമായി ചെയ്യാൻ കഴിയും അല്ലെ, സ്വന്തം ചെയ്യാൻ കഴിയുന്ന ഓർക്കുക. അപ്പൊ ഐ ക്യാൻ അല്ലെ, ക്യാൻ. അപ്പൊ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യമായിട്ട് മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച മലയാള സിനിമയാണ് സ്വം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് 2009 കുട്ടി സ്രാങ്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, കണ്ടിട്ടുള്ളവരും ഉണ്ടാകും. 2009 പുറത്തിറങ്ങിയ കുട്ടി സ്രാങ്ക് എന്നുള്ള സിനിമ നമ്മൾ 2009 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സിനിമയാണ്. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സിനിമയാണ് കുട്ടി സ്രാങ്ക് എന്ന് പറയുന്നത്. അതിലെ നടൻ ആരാണ്? മമ്മൂട്ടിയാണ്. അപ്പൊ ഇതൊക്കെ ആരുടെ സിനിമ തന്നെയാണ്? നമ്മുടെ ഷാജി എൻ കരുണിന്റെ സിനിമ തന്നെയാണ്. ആദ്യം തന്നെ പറഞ്ഞത് ഷാജി എൻ കരുണിന്റെ പിറവി എന്നുള്ള സിനിമയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ പിറവി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവാർഡുകൾ അല്ലെ, പിറക്ക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുക. അപ്പൊ ഒരുപാട് അവാർഡുകൾ കൊടുക്കണം അല്ലെ, ഇത്രയധികം വേദന സഹിച്ചതിന്. അപ്പൊ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയിട്ടുള്ള സിനിമയാണ്, മലയാള സിനിമയാണ് പിറവി എന്നുള്ളത്. സംവിധാനം ഷാജി എൻ കരുണാണ്. അദ്ദേഹത്തിന്റെ മറ്റു സിനിമകളാണ് വാനപ്രസ്ഥം, സ്വം, കുട്ടി സ്രാങ്ക് എന്നൊക്കെ പറയുന്നത്. ഈ കുട്ടി സ്രാങ്ക് 2009 2009 ദേശീയ പുരസ്കാരം, മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സിനിമയാണ് കുട്ടി സ്രാങ്ക് എന്ന് പറയുന്നത്. വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ അത് 1999, മറ്റേത് 2009 ഇത് നേരെ 10 വർഷം താഴെ. 1999 വാനപ്രസ്ഥം ഇറങ്ങുന്നത്. മോഹൻലാലാണ് നടനായിട്ടുള്ളത്. മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വാങ്ങിച്ചു കൊടുത്ത സിനിമയാണ് വാനപ്രസ്ഥം. അതേപോലെ തന്നെ മറ്റൊരു സിനിമയാണ് സ്വം എന്ന് പറയുന്നത്. ഈ സ്വം എന്താണ്? കാൻ ഫിലിം ഫെസ്റ്റിവൽ. സ്വം എന്ന് പറയുമ്പോൾ സ്വന്തം ചെയ്യാൻ കഴിയും, ഐ ക്യാൻ അല്ലേ. അപ്പൊ കാൻ ഫിലിം ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് സ്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മ അടൂർ ഗോപാലകൃഷ്ണന് കുറെ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ ലഭിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രാൻസിന്റെ ലഭിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ ഏതാണ്? ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ ഫ്രാൻസിന്റെ എന്ന് പറയുമ്പോൾ ലീജിയൺ ഓഫ് ഹോണർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഷാജി എൻ കരുണിനും എന്തെങ്കിലുമൊക്കെ ലഭിക്കേണ്ട, ഇത്രയും കഴിവുള്ള ഒരു സംവിധായകനല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ലഭിച്ചിട്ടുണ്ട്. അതായത് ഫ്രാൻസിന്റെ നൈറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരത്തിന്റെ പേര് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഫ്രാൻസിന്റെ ഏത് പുരസ്കാരമാണ്? നൈറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ എന്ന പുരസ്കാരമാണ് ഷാജി എൻ കരുണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്രാൻസിന്റെ നൈറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലെറ്റേഴ്സ് എന്ന പുരസ്കാരം നേടിയ മലയാള സംവിധായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാജി എൻ കരുണാണ്. അടൂർ ഗോപാലകൃഷ്ണന് ഫ്രാൻസിന്റെ ലീജിയൺ ഓഫ് ഹോണർ പുരസ്കാരമാണ് ലഭിച്ചത്. ഇത് ഫ്രാൻസിന്റെ നൈറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലെറ്റേഴ്സ് എന്നുള്ള പുരസ്കാരമാണ് ഷാജി എൻ കരുണിന് ലഭിച്ചത്. അതേപോലെ തന്നെ ഈ ഷാജി എൻ കരുൺ എന്ന് പറയുന്നത് നമ്മുടെ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഉണ്ടല്ലോ, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, അതായത് KSFDC അല്ലെ, KSFDC കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, വികസന കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ചെയർമാനാണ് നമ്മുടെ KSFDCയുടെ, അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, വികസന കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഷാജി എൻ കരുൺ. അതുമാത്രമല്ല നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വേറെയാണ്. ചലച്ചിത്ര അക്കാദമി വേറെ, വികസന കോർപ്പറേഷൻ വേറെ. ഈ വികസന കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഷാജി എൻ കരുണാണ്. അതേപോലെ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനും ഷാജി എൻ കരുണാണ്. അപ്പൊ അവിടെ ആദ്യത്തെ ചെയർമാനാണ്, ഇവിടെ അവസാനത്തെ ചെയർമാനാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ്, വികസന കോർപ്പറേഷന്റെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അവസാനത്തെ ഇപ്പോഴത്തെ ചെയർമാനുമാണ് ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞില്ലേ. ഈ വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത് 1975ലാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത്. എന്നാൽ ചലച്ചിത്ര അക്കാദമി നിലവിൽ വന്നത് 1998ലാണ് നിലവിൽ വന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലേ, വിഗതകുമാരൻ 1928ലാണ് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു. പിന്നീട് ഒരു 70 വർഷം കഴിഞ്ഞിട്ടാണ് ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഇവിടെ നിലവിൽ വരുന്നത് 1998.
ഇത് കാരാന്ത എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കാരാന്ത എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കാരണം നിലവിൽ വന്ന ഒരു ഇതാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ചലച്ചിത്ര അക്കാദമി രൂപപ്പെടാൻ കാരണമായിട്ടുള്ള റിപ്പോർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാരാന്ത റിപ്പോർട്ടാണ്, കാരാന്ത കമ്മിറ്റി റിപ്പോർട്ടാണ്. നമുക്കറിയാം ഇപ്പം എല്ലാ വർഷവും ഒരു നവംബർ ലാസ്റ്റോട് കൂടി ഡിസംബർ ആയിട്ട് തിരുവനന്തപുരത്ത് കേരള ഫിലിം IFFK കേരള ഫിലിം ഫെസ്റ്റിവൽ അല്ലെ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK നടക്കാറുണ്ട് അല്ലെ. അത് എല്ലാ വർഷവും നടക്കാറുണ്ട്. അപ്പൊ ഇത് നടത്തുന്നത് ഈ ചലച്ചിത്ര അക്കാദമിയാണ് നടത്തുന്നത്. IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അത് നടത്തുന്നത് ആരാണ്? ഈ ചലച്ചിത്ര അക്കാദമിയാണ് നടത്തുന്നത്. ഇത് ഏറ്റവും ആദ്യം നടന്നത് തിരുവനന്തപുരത്തല്ല, ഏറ്റവും ആദ്യം നടത്തിയത് ഇത് കോഴിക്കോടാണ്. പക്ഷെ ഇപ്പൊ സ്ഥിരമായിട്ട് അത് തിരുവനന്തപുരത്താണ് നടത്തുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം IFFK ആദ്യമായിട്ട് നടത്തിയത് കോഴിക്കോടാണെന്നും കൂടിയും ഓർത്തിരിക്കുക, നടത്തുന്നത് ഈ ചലച്ചിത്ര അക്കാദമിയാണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മ പറഞ്ഞു വന്നത് ഷാജി എൻ കരുണിനെ കുറിച്ചിട്ടാണ്. ഷാജി എൻ കരുൺ എന്ന് പറയുന്നത് ഈ ചലച്ചിത്ര അക്കാദമിയുടെ, കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ്. അതേപോലെ തന്നെ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ചെയർമാനുമാണ് ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ഷാജി എൻ കരുൺ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ചെയർമാൻ രഞ്ജിത്താണ്. നിങ്ങൾക്ക് പറഞ്ഞ ആകെ കുഴഞ്ഞോ? നമ്മൾ ആദ്യം പറഞ്ഞത്, ഏറ്റവും ആദ്യം വന്നത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 1975 വന്നു. അതിന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. ഈ ചലച്ചിത്ര അക്കാദമി നിലയിൽ വന്നത് 1998 അതിന്റെ ആദ്യത്തെ ചെയർമാൻ ഷാജി എൻ കരുൺ ആയിരുന്നു. ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് രഞ്ജിത്തുമാണ്. അത് എഴുതി വെച്ച് പഠിച്ചാൽ മതി, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഷാജി എൻ കരുണിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് സിനിമകൾ, അതായത് ചില സംഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില സിനിമകൾ വന്നിട്ടുണ്ടല്ലേ, ആ സിനിമകൾ നമുക്കൊന്ന് നോക്കാം. ഈ മലബാർ കലാപം ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ മലബാർ കലാപം നടന്നിട്ടുണ്ടെന്ന് അറിയാലോ. ഈ മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതായത് നമുക്കറിയാം മലബാർ കലാപം നടന്നത് 1921 അല്ലെ. 1921 മലബാർ കലാപം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രമേയമാക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമ 1921 തന്നെയാണ്. 1921 തന്നെയാണ് ആ സിനിമയുടെ പേര്. ഇനി അത് ആരാണ് സംവിധാനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IV ശശിയാണ്. അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഈ 1921 പറയണത് അക്കാലത്ത് ആ സമയത്ത് 100 കോടിയോളം ചെലവാക്കി, 100 കോടിയിൽ മുകളിൽ ചെലവാക്കിക്കൊണ്ട് നിർമ്മിച്ച ഒരു സിനിമയാണ്. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പുരസ്കാരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. ആകെ കൂടി ലഭിച്ചത് മികച്ച സിനിമയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മാത്രമേ ലഭിച്ചുള്ളൂ. അല്ലാതെ ദേശീയ പുരസ്കാരമോ അല്ലെങ്കിൽ വേറെ മറ്റു പുരസ്കാരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. അപ്പൊ അങ്ങനെ ജസ്റ്റ് ചിന്തിച്ചാൽ മതി, ഇത്ര അധികം പൈസയൊക്കെ 100 കോടിയൊക്കെ ചെലവാക്കിയിട്ട് എടുത്ത പടത്തിന് ഒരു പുരസ്കാരവും ലഭിച്ചില്ല. അപ്പൊ ആളാകെ ശശിയായി പോയിട്ടുണ്ടാവില്ലേ, എടുത്ത ആള് ശശിയായി പോയിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിച്ചാൽ മതി. IV ശശിയാണ് ഈ മലബാർ കലാപത്തെ ആസ്പദമാക്കിയിട്ടുള്ള 1921 എന്നുള്ള സിനിമ സംവിധാനം ചെയ്തതെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കേരളത്തിലുണ്ടായ നിപ്പ ബാധയെ പ്രമേയമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ സിനിമയാണ് വൈറസ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിപ്പ ബാധയെ പ്രമേയമാക്കിക്കൊണ്ട് നമ്മുടെ രേവതി, അതേപോലെ കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ് ഇവരൊക്കെ അഭിനയിച്ച സിനിമയാണ് വൈറസ് എന്ന് പറയുന്നത്. ഈ വൈറസ് എന്നുള്ള സിനിമയുടെ സംവിധായകൻ ആരെന്ന് ചോദിക്കും. ആഷിഖ് അബു ആണ്. അപ്പോൾ നിങ്ങൾ വൈറസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ആ സിസ്റ്ററുടെ വേഷം ചെയ്യുന്ന ഉണ്ടല്ലോ, ലിനി എന്ന് പറഞ്ഞ ഒരു നേഴ്സില്ലേ മരിക്കുന്നത്, ലിനി എന്ന് പറഞ്ഞ നേഴ്സിന്റെ കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് റീമ കല്ലിങ്കലാണ് അല്ലെ. റീമ കല്ലിങ്കൽ ഈ ഇതിൽ ആ കഥാപാത്രത്തെ, ലിനി എന്ന് പറഞ്ഞ നേഴ്സിന്റെ കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാലോ റിമ കല്ലിങ്കലിന്റെ ഹസ്ബൻഡാണ് ആഷിഖ് അബു എന്ന് പറയുന്നത്. അപ്പൊ വൈറസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റിമ കല്ലിങ്കലിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആഷിഖ് അബുവിനെയും കിട്ടും അല്ലെ. വൈറസ് എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് ആഷിഖ് അബുവാണ്. ആഷിഖ് അബു ഒരുപാട് നല്ല സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സാൾട്ട് ആൻഡ് പെപ്പർ, ഡാഡി കൂള്, പിന്നെ 22 ഫീമെയിൽ കോട്ടയം, റിമ കല്ലിങ്കൽ തന്നെ നായിക ആയിക്കൊണ്ടുള്ള 22 ഫീമെയിൽ കോട്ടയം, ഇടുക്കി ഗോൾഡ്, മായാനദി, ഈ സിനിമകളൊക്കെ സംവിധാനം ചെയ്തത് ആര് തന്നെയാണ്? ആഷിഖ് അബു തന്നെയാണ്. അപ്പൊ വൈറസ് എന്നുള്ള സിനിമ ആഷിഖ് അബു ആണെന്ന് ഓർക്കാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഡാഡി കൂൾ ആയിരുന്നു. അതേപോലെ സാൾട്ട് ആൻഡ് പെപ്പർ അല്ലെ, വളരെ മികച്ചൊരു സിനിമയാണ് സാൾട്ട് ആൻഡ് പെപ്പർ, 22 ഫീമെയിൽ കോട്ടയം, ഇടുക്കി ഗോൾഡ്, മായാനദി, ലാസ്റ്റ് വൈറസ്, ഇതൊക്കെ ആരെയാണ്? ആഷിഖ് അബു തന്നെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ നിപ്പ ബാധയെ പ്രമേയമാക്കിക്കൊണ്ടിറങ്ങിയ സിനിമയാണ് വൈറസ് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ പ്രളയത്തെ, 2018 പ്രളയത്തെ
ആസ്പദമാക്കിക്കൊണ്ട് 2 സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്ന് 2018 എന്ന് പറഞ്ഞിട്ട് ടോവിനോ തോമസ്, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ, ടോവിനോ തോമസ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അതിന്റെ സംവിധാനം എന്ന് പറയുന്നത് ജൂഡ് ആന്റണി ജോസഫ് ആണ്. എന്നാൽ അത് കൂടാതെ കൊല്ലവർഷം 1193 1193 കൊല്ലവർഷം 1193 എന്നൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ സംവിധാനം അമൽ നൌഷാദ് ആണ്. അപ്പൊ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കുകയാണ്, 2018 പ്രളയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അമൽ നൌഷാദ് സംവിധാനം ചെയ്ത സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാടിക്കുത്തി 2018 എഴുതരുത്. അമൽ നൌഷാദ് സംവിധാനം ചെയ്ത സിനിമ എന്ന് പറയുന്നത് കൊല്ലവർഷം 1193 ആണ്. അപ്പോൾ 2 സിനിമകൾ ഉണ്ട് അല്ലെ, 2018 പ്രളയത്തെ ആസ്പദമാക്കിക്കൊണ്ട് 2 സിനിമയുണ്ട്. ഒന്ന് നമ്മുടെ അമൽ നൌഷാദ് സംവിധാനം ചെയ്ത സിനിമയാണ്. അമൽ നൌഷാദ് സംവിധാനം ചെയ്തത് കൊല്ലവർഷം 1193 ആണ്. പിന്നെ നമ്മുടെ 2018 എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് ജൂഡ് ആന്റണി ജോസഫ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഓഗി ദുരന്തത്തെ ആസ്പദമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ വിവാദ ഡോക്യുമെന്ററി ഏതെന്നാണ്. ഓഗി ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ വിവാദ ഡോക്യുമെന്ററി ഒരുത്തനും വരേല എന്നുള്ളതാണ്. അപ്പൊ ഓഗി ഒരുത്തനും അല്ലെ, രണ്ടും നല്ല പ്രാസമുണ്ടല്ലോ. ഓഗി ദുരന്തത്തെ കുറിച്ച് ഒരുത്തനും വരേല. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് കുറച്ചും കൂടിയും വിവാദമാകാൻ ചാൻസ് ഉള്ള ഒരു ഡോക്യുമെന്ററി ആണ് നമുക്ക് കിട്ടും അല്ലെ. ഒരുത്തനും വരേല, ഒരാളും വരാൻ പോണില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഓഗി ദുരന്തത്തിൽ സഹായിച്ചവർക്കൊക്കെ ഒരു ഇതായിരിക്കും അല്ലെ, ഒരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ വിവാദമായി തീർന്ന ഡോക്യുമെന്ററിയാണ് ഒരുത്തനും വരേല എന്നുള്ളത്. അത് ഓഗി ദുരന്തത്തെ കുറിച്ച് ആസ്പദമാക്കിക്കൊണ്ടെടുത്ത ഡോക്യുമെന്ററി ആണെന്നും കൂടി ഓർത്തിരിക്കുക. സംവിധാനം ദിവ്യ ഭാരതിയാണ്. ഇനി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന VP സത്യന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമ ഏതാണ്? VP സത്യന്റെ നമ്മുടെ ഫുട്ബോളിലെ ക്യാപ്റ്റൻ ആയിരുന്നു അല്ലെ VP സത്യൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. VP സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയായിരുന്നു ക്യാപ്റ്റൻ അല്ലെ. ക്യാപ്റ്റനിൽ ആരാണ് അഭിനയിച്ചിട്ടുള്ളത്? നമ്മുടെ ജയസൂര്യ തന്നെയാണ്. ജയസൂര്യ ഇതുപോലെ ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ സിനിമകളിൽ കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് VP സത്യൻ, ഫുട്ബോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള VP സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത സിനിമ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ നമ്മുടെ മലയാള സിനിമാ നടൻ സത്യൻ ഉണ്ടല്ലോ, ആ സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത സിനിമ നായകൻ ആര് തന്നെയാണ്? അതും ജയസൂര്യ തന്നെയാണ്. ആ സത്യന്റെ വേഷത്തെ അതിലും കൈകാര്യം ചെയ്യുന്നത് ജയസൂര്യ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീധരൻ, ഈ ശ്രീധരന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് രാമസേതു എന്നുള്ളൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ ശ്രീധരന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ജയസൂര്യ തന്നെയാണ്. അപ്പൊ 3 കഥാപാത്രങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു. ആരൊക്കെയാണ്? ഒന്നാമത്തത് നമ്മുടെ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്ന സത്യൻ അല്ലെ, അത് VP സത്യനാണ്. VP സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ് ക്യാപ്റ്റൻ. അതിലെ കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് ജയസൂര്യയാണ്. അതേപോലെ തന്നെ നമ്മുടെ സിനിമാ നടൻ സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുക്കുന്ന സിനിമയിലും ആ കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് ജയസൂര്യ തന്നെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ശ്രീധരൻ, നമ്മുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീധരന്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുക്കുന്ന സിനിമയിലും ആര് തന്നെയാണ് ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ ജയസൂര്യ തന്നെയാണ്. ആ സിനിമയുടെ പേര് രാമസേതു എന്നുള്ളതാണ്. ആ സിനിമയുടെ പേര്. പിന്നെ ഇത് സംവിധാനം ചെയ്തത് ആരെന്നൊന്ന് ഓർത്തിരിക്കുക. ക്യാപ്റ്റൻ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് പ്രജീഷ് സെൻ ആണ്. അപ്പൊ പ്രജീഷ് എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോൾ നമ്മുടെ ഹോക്കി ക്യാപ്റ്റൻ ഉണ്ടല്ലോ, നമ്മുടെ ഒളിമ്പിക്സിലൊക്കെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പോയി കളിച്ച നമ്മുടെ ശ്രീജേഷിനാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ശ്രീജേഷ് എന്നുള്ള പേരും ഈ പ്രജീഷ് എന്നുള്ള പേരും അല്ലെ, ഒരു ഷൂവും ജായൊക്കെ ഉണ്ട് രണ്ടിലും. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മറ്റോടത്ത് നമ്മുടെ VP സത്യൻ എന്ന് പറയുന്നത് ആരാണ്? ഫുട്ബോൾ ക്യാപ്റ്റൻ ആണ്. ഇവിടെ നമ്മുടെ ശ്രീജേഷ് എന്ന് പറയുന്നത് ഹോക്കിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ VP സത്യനെ കുറിച്ചുള്ള സിനിമ എടുത്തത് പ്രജീഷ് സെൻ ആണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടിയാൽ മതി, എങ്ങനെയും ഒന്ന് കത്തിയാൽ മതി. VP സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ് ക്യാപ്റ്റൻ. സംവിധാനം ചെയ്തത് പ്രജീഷ് സെൻ ആണ്. അതേപോലെ തന്നെ ഷേക്സ്പിയറിന്റെ ഒഥല്ലോ എന്നുള്ള നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ച സിനിമയാണ് കളിയാട്ടം. ഷേക്സ്പിയറിന്റെ ഒഥല്ലോ എന്ന സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ച സിനിമയുടെ പേരെന്താണ്? കളിയാട്ടമാണ്. സംവിധാനം ജയരാജാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിൽ എടുത്ത സിനിമ ഏതാണ്? എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിലെ സിനിമ കാലാപാനിയാണ്. അതേപോലെ താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച കരിന്തണ്ടനെ പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് കരിന്തണ്ടൻ.
അതിന്റെ പേര് അത് തന്നെയാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച കരിന്തണ്ടനെ പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയുടെ പേര് കരിന്തണ്ടൻ എന്ന് തന്നെയാണ്. ഇനി യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സിനിമ കനലെരിയുന്ന ബാല്യം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കനലെരിയുന്ന ബാല്യം അല്ലേ. അതായത് കനലെരിയ എന്ന് പറയുന്നത് ഒരുപാട് ലഹരി ഉപയോഗിക്കുക. അങ്ങനെ യുവജനങ്ങളിൽ, ചെറിയ കുട്ടികളിലൊക്കെ യുവജനങ്ങളിലൊക്കെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സിനിമയാണ് കനലെരിയുന്ന ബാല്യം എന്നുള്ളത്. ഇനി അടുത്തത് രണ്ട് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ്. നടൻ സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമയിൽ സത്യനായി വേഷമിടുന്നത് ജയസൂര്യയാണ്. സംവിധാനം രതീഷ് രഘുനന്ദനാണ്. ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരന്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ്? രാമസേതു ആണ്. അതിലും ഇ ശ്രീധരനായിട്ട് വേഷമിടുന്നത് ജയസൂര്യ തന്നെയാണ്. ഇനി നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണ്, കയ്യൂർ സമരം ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം മീനമാസത്തിലെ സൂര്യൻ. PSCയുടെ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് സ്ഥിരം ചോദ്യമായിരുന്നു ഇത്. നമ്മുടെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം മീനമാസത്തിലെ സൂര്യനാണ്. ഇനി നമ്മുടെ മലയാള സിനിമയിലെ ആദ്യം വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ ഏതാണ്? നമ്മൾ പറഞ്ഞതാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് ജീവിത നൗകയാണ് അല്ലെ. ജീവിത നൗക. അപ്പൊ നൗകയിൽ പോകുന്നത് എന്തിനുള്ളൊരു വെമ്പലോട് കൂടിയാണ് അല്ലെ പോകുന്നത്. അതുകൊണ്ട് തന്നെ വെമ്പു ആണ് അത് സംവിധാനം ചെയ്തത്. ഇനി നമ്മുടെ മറ്റൊരു ഭാഷയിലേക്ക്, അന്യഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ജീവിത നൗക തന്നെയാണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചലച്ചിത്രം ഏതാണ്? റിയലിസ്റ്റിക് ചലച്ചിത്രം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ബോയ് ആണ്. അതായത് ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു ഇതിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി അല്ലെ, ഒരാളുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ കാണിക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവി. ആദ്യത്തെ റിയലിസ്റ്റിക് മൂവിയാണ് ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറയുന്നത്. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്. അപ്പൊ കോട്ട് നമുക്ക് പല കളറിൽ കിട്ടും അല്ലെ. പല കളർ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കോട്ട് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം എന്ന് പറയുമ്പോൾ കണ്ടം വെച്ച കോട്ട്. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പിക് ചിത്രം എന്ന് പറയുന്നത് തച്ചോളി അബു. അധികം ചോദിക്കാറില്ല, ജസ്റ്റ് കേട്ടാൽ മതി. ഇനി മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം, അത് ശ്രദ്ധിക്കണം. 70mm ചിത്രം ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണത്. ഈ 70mm എന്ന് പറയുമ്പോഴേ 70 മീറ്റർ ഓട്ടം എന്ന് ഓർത്താൽ മതി ഇല്ലേ. നമ്മൾ സാധാരണ റീലേക്ക് പറയുമ്പോഴും ഈ ഓട്ട മത്സരമൊക്കെ പറയുമ്പോഴും അതിന്റെ മീറ്റർ പറയില്ലേ, 70 മീറ്റർ എന്ന് പറയില്ലേ. അപ്പൊ 70mm എന്ന് പറയുമ്പോൾ ഓട്ടമാണെന്ന് ഓർത്താൽ മതി. അപ്പൊ പടയോട്ടം എന്ന് കിട്ടും. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ആ എം എന്നുള്ളത് മീറ്റർ ആണെന്ന് എടുക്കുക. അപ്പൊ പടയോട്ടം എന്ന് കിട്ടും. ഈ പടയോട്ടം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് നോവലിനെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണ്. പടയോട്ടം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് നോവലിനെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണ്. അപ്പൊ നമ്മൾ ഓടുന്നതിന് മുമ്പ് കൗണ്ട് ചെയ്യാറില്ലേ, എണ്ണൂല്ലേ. നമ്മളാണെങ്കിൽ ഓടുന്നതിന് മുമ്പ് 1 2 3 സ്റ്റാർട്ട് എന്ന് പറയും അല്ലെ. ഏതൊരു ഓട്ട മത്സരത്തിനിടയിലും കൗണ്ടിങ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പടയോട്ടം എന്നുള്ള സിനിമ ഫ്രഞ്ച് നോവലായിട്ടുള്ള ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ, ആ കൗണ്ട് എന്ന് നിങ്ങൾ കണ്ടാൽ മതി, ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് പറഞ്ഞ നോവലിനെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ് പടയോട്ടം എന്ന് പറയുന്നത്. ഈ നോവൽ എഴുതിയത് അലക്സാണ്ടർ ഡ്യൂമസ് ആണ് ഈ നോവൽ എഴുതിയത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം. അപ്പൊ 70m എന്ന് കേൾക്കുമ്പോൾ അപ്പൊ അത് മീറ്റർ ആണെന്ന് ഓർത്താൽ മതി. അപ്പൊ ഓട്ട മത്സരത്തിന് പോകാണല്ലേ. അപ്പൊ പടയോട്ടമാണ് 70mm ചിത്രം എന്ന് പറയുന്നത്. ഇനി അത് ഏത് നോവലിനെ ആസ്പദമാക്കിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് നോവലായിട്ടുള്ള ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് പറഞ്ഞ നോവലിനെ ആസ്പദമാക്കിയാണ്. ആ നോവൽ എഴുതിയത് ആരാണ്? അലക്സാണ്ടർ ഡ്യൂമസ് ആണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രം, ഇന്ത്യയിലെ ആദ്യത്തെ 3D ചലച്ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. നമ്മൾ 1984 എന്നുള്ള വർഷത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അല്ലെ, നല്ല ഇടി കിട്ടും എന്നുള്ള ഇത് കോഡ് വെച്ച് പറഞ്ഞപ്പോൾ 3D എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1984 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്തത് ജിജോ എന്ന് പറഞ്ഞ സംവിധായകനാണ്. ജിജോ ജസ്റ്റ് കേട്ടാൽ മതി. ഇനി മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാളാണ്. ഈ ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് കാലത്ത് ഒക്കെ ഈ ഫിലിം വെച്ചിട്ടായിരുന്നു അല്ലെ, ഒരു പെട്ടിയും കൊണ്ട് പോകും. ഈ
ഈ തിയേറ്ററുകളിലേക്ക്. ആ പെട്ടി അവിടെ എത്തിക്കഴിഞ്ഞാലേ പടം റിലീസ് ആകാൻ പറ്റുള്ളൂ. ഈ പെട്ടി അല്ലേ, അതിനുള്ളിൽ കുറെ ഫിലിംസ് ആവും. നിങ്ങൾ ഈ കാഴ്ച എന്നുള്ള സിനിമയിൽ, കാഴ്ച അല്ലേ, നമ്മുടെ ഗുജറാത്തിലെ ഭൂകമ്പത്തെ അല്ലെ, ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, ഗുജറാത്ത് ഭൂകമ്പത്തെ ഇതുകൊണ്ട് ആസ്പദമാക്കിക്കൊണ്ട് എടുത്ത ചിത്രമാണ് കാഴ്ച എന്ന് പറഞ്ഞത്, മമ്മൂട്ടിയുടെ. അപ്പൊ ഈ കാഴ്ച എന്നുള്ള സിനിമയിൽ കണ്ടിട്ടുണ്ടാവും മമ്മൂട്ടി കുറെ ഇത് വെച്ചിട്ട് തിരിക്കുന്നതിലിട്ടിട്ട്. പക്ഷെ അത് വിട്ടിട്ട് നമ്മുടെ ഉപഗ്രഹങ്ങൾ വഴി ഡിജിറ്റലായിട്ട് പടം റിലീസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മൂവീസ് എന്ന് പറയുന്നത്. അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ വരുന്നത് മൂന്നാമതൊരാൾ അറിയാലോ, പ്രേതത്തിന്റെ പടമാണല്ലേ, മൂന്നാമതൊരാൾ. ഇനി മലയാളത്തിലെ ആദ്യത്തെ ജനകീയ ചലച്ചിത്രം അമ്മയറിയാൻ എന്നുള്ളതാണ്. അമ്മയറിയാൻ അത് സംവിധാനം ചെയ്തത് ജോൺ എബ്രഹാം ആണ്. ഈ ജോൺ എബ്രഹാമിന്റെ അവസാനത്തെ ചിത്രമാണ് അമ്മയറിയാൻ എന്നുള്ളത്. അപ്പൊ ഇത് ജനകീയ ചിത്രം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ജനങ്ങൾ പണം നൽകിക്കൊണ്ടെടുത്ത ചിത്രമാണ് അമ്മയറിയാൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏതൊരു ജനത്തിനാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മേനെ ആയിരിക്കില്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ആദരവ് കിട്ടുന്നത് അമ്മയ്ക്കാണ്. അപ്പൊ ജനകീയ ചിത്രം അമ്മയറിയാൻ എന്നുള്ളതാണ്. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ ചിത്രം അമ്മയറിയാൻ എന്നുള്ളതാണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ പുരാതന ചിത്രം പ്രഹ്ലാദ അല്ലെ. പ്രഹ്ലാദനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഹിരണ്യകശിപുവും പ്രഹ്ലാദനും നരസിംഹം വന്നിട്ട് ഹിരണ്യകശിപുവിനെ കൊല്ലണത് പ്രഹ്ലാദൻ പറയുന്നത് തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട് അല്ലെ, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ആദ്യത്തെ പുരാണ ചിത്രം പ്രഹ്ലാദയാണ്. ഇനി ആദ്യത്തെ DTS ചലച്ചിത്രം മില്ലേനിയം സ്റ്റാർസ് ആണ്. DTS മില്ലേനിയം സ്റ്റാർസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചലച്ചിത്രം. ഡോൾബി സ്റ്റീരിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. തിയേറ്ററിലൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ, 2K 5K എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഡോൾബി സ്റ്റീരിയോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ സൗണ്ട് എഫക്റ്റ് ഒക്കെയാണ്. അപ്പൊ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചലച്ചിത്രം കാലാപാനിയാണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ വനചിത്രം വനമാലയാണ്. വനമാല. മലയാളത്തിലെ ആദ്യത്തെ വടക്കൻ പാട്ട് ചിത്രം ഉണ്ണിയാർച്ച. വടക്കൻ പാട്ടിലെ ഏറ്റവും പ്രധാന കഥാപാത്രം ഉണ്ണിയാർച്ച തന്നെയാണ് അല്ലെ. പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച അല്ലെ, അവരാണ് ഏറ്റവും പ്രധാന കഥാപാത്രം. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യത്തെ വടക്കൻ പാട്ട് ചിത്രം എന്ന് പറയുന്നത് ഉണ്ണിയാർച്ചയാണ്. മലയാളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ സിനിമ ജ്ഞാനസുന്ദരി. ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക, കാരണം ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്രിസ്ത്യൻ സിനിമയാണെന്നൊന്നും ചിന്തിക്കില്ല. മലയാളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ സിനിമ ജ്ഞാനസുന്ദരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ചിത്രം കബനി നദി ചുമന്നപ്പോൾ. അത് നമുക്ക് കിട്ടും അല്ലെ, കബനി നദി ചുമന്നപ്പോൾ. അവിടെ ചുമപ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമാണ് ഇപ്പോൾ. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ചിത്രം ഏതാണ്? കബനി നദി ചുമന്നപ്പോൾ ആണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ഔട്ട്ഡോർ സിനിമ, അതായത് പണ്ട് കാലത്തൊക്കെ ഫുള്ള് ഷൂട്ടിങ് സ്റ്റുഡിയോയുടെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും അല്ലെ, ഫുള്ള് സെറ്റ് ഇട്ടിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക. അത് വിട്ടിട്ട് പുറത്ത് വന്നിട്ട് മുഴുവനായിട്ടും എന്നാലും പൂർണ്ണമായിട്ടും ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് ഓളവും തീരവും എന്നുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ ഔട്ട്ഡോർ സിനിമയാണ് ഓളവും തീരവും. ഇനി 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള സിനിമ. ഈ 100 കോടി ക്ലബിലും അതെ 200 കോടി ക്ലബിലും അതെ 50 കോടി ക്ലബിലും ഇടം നേടിയ ആദ്യത്തെ മലയാള സിനിമ എന്ന് പറയുന്നത് 3 മോഹൻലാലിന്റെ സിനിമകളാണ്. 50 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ദൃശ്യമാണ്. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം എന്ന് പറയുന്നത് പുലിമുരുകനാണ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ലൂസിഫറുമാണ്. ആദ്യത്തെ ചലച്ചിത്രമാണ്. ഇപ്പൊ വരുന്ന ചിത്രങ്ങളൊക്കെ 200 കോടി ക്ലബ് ആയിരിക്കും അല്ലെ, കാരണം അല്ല മിക്ക അല്ലാതെ 100 കോടിയാണ്. ഇപ്പൊ 2018 ആണെന്നുണ്ടെങ്കിലും ആടുജീവിതം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ആവേശം ആണെന്നുണ്ടെങ്കിലും എല്ലാ സിനിമകളും ഒട്ടുമിക്ക എല്ലാ സിനിമകളും 100 കോടി ക്ലബ്ബാണ്. അതിൽ സംശയമൊന്നുമില്ല. നമ്മുടെ ഇതാണ് മഞ്ഞുമൽ ബോയ്സ് അല്ലെ, അതൊക്കെ അതെ 100 കോടി ക്ലബ് തന്നെയാണ്. അപ്പോൾ ഇത് ആദ്യത്തെ സിനിമയാണ് പറയുന്നത്. കാരണം ഇപ്പൊ എല്ലാവരുടെ കയ്യിലും പണ്ടൊരു കാലത്തൊന്നും അധികം നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും പോയി കാണില്ലേ. ഇപ്പൊ ഞാൻ തന്നെ ഇറങ്ങിയ മിക്ക പടങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 50 കോടി പടത്തിൽ 50 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ സിനിമ എന്ന് പറയുന്നത് ദൃശ്യമാണ്. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ സിനിമ പുലിമുരുകനാണ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള സിനിമ ലൂസിഫർ ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത 2 സിനിമകളുണ്ട്. ഒന്ന് നീലക്കുയിലും പിന്നെ ഒന്ന് ചെമ്മീനും അല്ലെ. ചെമ്മീൻ പറയാണ്ട് നമുക്ക് മലയാള സിനിമയെ കുറിച്ച് തന്നെ പറയാൻ സാധിക്കില്ല. ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് നീലക്കുയിൽ. രണ്ടും ഏതെങ്കിലും ഒരു ജീവിയാണ് അല്ലെ. കുയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെ, കുയിൽ, ചെമ്മീൻ എന്ന് പറഞ്ഞാലും അല്ലെ, രണ്ടും അങ്ങനത്തെ ഒരു ജീവിയുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പൊ നീലക്കുയിൽ എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ ആദ്യത്തെ വെള്ളി മെഡൽ നേടിയ ചലച്ചിത്രമാണ് നീലക്കുയിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ചലച്ചിത്രമാണ് നീലക്കുയിൽ. എന്നാൽ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ചലച്ചിത്രം, ആദ്യമായിട്ട് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ മലയാള ചലച്ചിത്രം ചെമ്മീനാണ്. അപ്പൊ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം നീലക്കുയിലും
പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ, രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം എന്ന് പറയുന്നത് ചെമ്മീനുമാണ്, മറക്കരുത്. ഇനി അതേപോലെ തന്നെ ഈ നീലക്കുയിൽ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടും പി ഭാസ്കരനും കൂടി ചേർന്നിട്ടാണ്. നീലക്കുയിൽ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടും പി ഭാസ്കറും. ഈ കുയിലിന്റെ ശബ്ദത്തിന് നല്ല ബാസ് ആണെന്ന് ഓർത്താൽ മതി, കുയിലിന്റെ ശബ്ദത്തിന് നല്ല ബാസ് ആണ്. അപ്പൊ രാമു കാര്യാട്ടിന്റെ ഒപ്പം അവിടെ പി ഭാസ്കരനും കൂടി ഉണ്ട്. നീലക്കുയിൽ സംവിധാനം ചെയ്ത് രാമു കാര്യാട്ട് പ്ലസ് പി ഭാസ്കരനും കൂടി ഉണ്ടെന്ന് ഓർക്കാം. എന്നാൽ ചെമ്മീൻ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ട് മാത്രമാണ്. അപ്പൊ രണ്ടിന്റെയും സംവിധാനത്തിൽ രാമു കാര്യാട്ട് ഉണ്ട് അല്ലെ. ചെമ്മീൻ രാമു കാര്യാട്ടാണ് സംവിധാനം ചെയ്തത്, നീലക്കുയിലാവുമ്പോൾ രാമു കാര്യാട്ടും പ്ലസ് പി ഭാസ്കരനും കൂടി ഉണ്ട്. ഇനി ഈ നീലക്കുയിലിന്റെ കഥ രചിച്ചത് ഉറൂബാണ്. നീലക്കുയിലിന്റെ കഥ രചിച്ചത് ഉറൂബാണ്. ചെമ്മീനിന്റെ കഥ രചിച്ചത് നമുക്കറിയാലോ തകഴിയാണെന്ന്. ചെമ്മീനിന്റെ കഥ രചിച്ചത് എല്ലാവർക്കും അറിയായിരിക്കും, തകഴി ശിവശങ്കരപ്പിള്ളയാണെന്ന്. പക്ഷെ നീലക്കുയിലിന്റെ കഥ രചിച്ചത് ഉറൂബാണെന്ന് ഓർത്തിരിക്കുക. ഒരു പ്രാവും ഉറുമ്പും തമ്മിലൊരു കഥയുണ്ട് അല്ലെ. നമ്മൾ ഈ ഉറുമ്പ് വെള്ളത്തിൽ വീഴുമ്പോൾ പ്രാവ് ഇതിട്ട് കൊടുക്കുന്നു, എന്താണ് ഇല ഇട്ട് കൊടുക്കുന്നു. അതുപോലെ പ്രാവിനെ വേടൻ അമ്പ് ചെയ്യാൻ വരുമ്പോൾ ഉറുമ്പ് വന്ന് രക്ഷപ്പെടുന്ന ഒരു കഥയില്ലേ. അപ്പൊ ആ നമ്മുടെ പ്രാവിന് പകരം അവിടെ കുയിലാണെന്ന് ഓർത്താൽ മതി. അപ്പൊ കുയിൽ അല്ലെ. അപ്പൊ കുയിലും ഉറുമ്പും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നീലക്കുയിൽ എന്നുള്ളതിന്റെ കഥ രചിച്ചത് ഉറൂബാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നീലക്കുയിലിന് രാഷ്ട്രപതിയുടെ വെള്ളി മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ചെമ്മീനാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലാണ് കിട്ടിയിട്ടുള്ളത്. നീലക്കുയിലിന്റെ സംവിധാനം രാമു കാര്യാട്ടും പി ഭാസ്കരനും കൂടി ചേർന്നിട്ടാണ്. ചെമ്മീനിന്റെ സംവിധാനം രാമു കാര്യാട്ട് മാത്രമാണ്. നീലക്കുയിലിന്റെ കഥ രചിച്ചത് ആരാണ്? ഉറൂബാണ്. ചെമ്മീനിന്റെ കഥ രചിച്ചത് തകഴിയാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ഥിരം ചെമ്മീനിലെ ഗാനങ്ങൾ നമുക്കറിയാലേ, വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് ചെമ്മീനിലുള്ള എല്ലാ ഗാനങ്ങളും. അപ്പൊ ആ സമയത്ത് ആ എല്ലാത്തിന്റെയും ഗാനരചയിതാവ് ആരായിരിക്കും? വയലാറായിരിക്കും അല്ലെ, വയലാർ രാമവർമ്മ. അതേപോലെ തന്നെ ചെമ്മീനിലെ ഗാനങ്ങളെല്ലാം തന്നെ രചിച്ചിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ മാനസമൈനി എന്നുള്ള ഗാനം ശ്രദ്ധിക്കുക. ആ മാനസമൈനി എന്നുള്ള ഗാനം ആലപിച്ചത് മന്നാടെയാണ്. മന്നാടെ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗായകനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ദേശീയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഗായകനാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ മാനസമൈനി നമുക്കറിയാലോ, വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അപ്പൊ മാനസമൈനി ആരാണ് ആലപിച്ചത്? മന്നാടെ. ചെമ്മീനിലെ ഗാനങ്ങളെല്ലാം രചിച്ചത് പണ്ട്. ഇപ്പോഴാണ് ആദ്യം മ്യൂസിക് ഉണ്ടാക്കും, പിന്നെ മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ട് വരികൾ ഉണ്ടാക്കും. പക്ഷെ പണ്ട് അങ്ങനെയല്ല, ആദ്യം വരികൾ എഴുതും, പിന്നീടാണ് ആ വരികൾക്ക് അനുയോജ്യമായിട്ട് മ്യൂസിക് ഉണ്ടാക്കുക. അപ്പൊ ഈ വരികൾ എഴുതിയതാരാണ്? രചന വയലാർ രാമവർമ്മയാണ്. അത് ആലപിച്ചത് മന്നാടെയാണെന്നും കൂടി ഓർത്തിരിക്കുക. ഈ ചെമ്മീന്റെ നോവലിന്റെ പശ്ചാത്തലം, നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളത് നമ്മുടെ ഇവിടത്തിന് പുറക്കാട് കടപ്പുറമാണ്. പുറക്കാട് കടപ്പുറത്തെ ആസ്പദമാക്കിയിട്ടാണ് നോവൽ, നമ്മുടെ ചെമ്മീൻ എന്നുള്ള നോവൽ രചിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഫിലിം ഷൂട്ട് ചെയ്തത്, ചെമ്മീൻ എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തത് എവിടെയാണ്? അത് തൃശ്ശൂരിലെ നാട്ടിക കടപ്പുറത്താണ്. അപ്പൊ ശ്രദ്ധിക്കുക, നോവല് ഏത് കടപ്പുറത്താണ്? പുറക്കാട് കടപ്പുറത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നോവലിൽ കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ പടം നമ്മുടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലുള്ള നാട്ടിക കടപ്പുറത്താണെന്നും കൂടിയും ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ സ്റ്റുഡിയോകളും PSC സ്ഥിരം ചോദിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു ഏറ്റവും ആദ്യത്തെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് JC ഡാനിയൽ ഉണ്ടാക്കിയ ഒരു സ്റ്റുഡിയോ ആണ് അല്ലെ, തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ ഒരു സ്റ്റുഡിയോ ആണ്. ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നാണ് ആ സ്റ്റുഡിയോയുടെ പേര്. എന്നാൽ ഫസ്റ്റത്തെ മേജർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഉദയ സ്റ്റുഡിയോ ആണ്. അത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മേജർ സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആലപ്പുഴ ജില്ലയിലാണ് സ്ഥാപിച്ചത്. കുഞ്ചാക്കോയാണ്. PSC സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലെങ്കിലും ശ്രദ്ധിക്കണം. കാരണം കുറെ സ്റ്റേറ്റ്മെന്റ്, ഒരു 3 സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് തരുമ്പോൾ അതിലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് തരാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ മേജർ സ്റ്റുഡിയോ ഏതാണ്? ഉദയ സ്റ്റുഡിയോ ആണ്. ആലപ്പുഴ ജില്ലയിലാണ് സ്ഥാപിച്ചത്. കുഞ്ചാക്കോ. അതേപോലെ തന്നെ രണ്ടാമത്തെ മേജർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് മേരിലാൻഡ്. അപ്പൊ ആദ്യത്തെ മേജർ സ്റ്റുഡിയോ ഏതായിരുന്നു? നമ്മുടെ ഉദയ സ്റ്റുഡിയോ ആണ്. രണ്ടാമത്തെ മേജർ സ്റ്റുഡിയോ മേരിലാൻഡ് ആണ്. ഇനി അതേപോലെ തന്നെ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ഇൻഡോർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ചിത്രാഞ്ജലി. ഈ ചിത്രാഞ്ജലി എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ആണ്. അപ്പൊ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ ഇൻഡോർ സ്റ്റുഡിയോ ആണ് ചിത്രാഞ്ജലി എന്ന് പറയുന്നത്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ആണ്. 1980 സ്ഥാപിച്ചത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ സ്റ്റുഡിയോ ഏതാണ്? ഏറ്റവും ആദ്യത്തെ സ്റ്റുഡിയോ JC ഡാനിയൽ സ്ഥാപിച്ചിട്ടുള്ള ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് അല്ലെ, ആ നമ്മുടെ വിഗതകുമാർ എന്നുള്ള ഫിലിം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിച്ച സ്റ്റുഡിയോ ആണ് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നുള്ളത്.
എന്നാൽ നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മേജർ എന്നെടുത്ത് പറഞ്ഞാൽ അത് ഏതാണ്? ഉദയ സ്റ്റുഡിയോ ആണ്. ആലപ്പുഴ ജില്ലയിലാണ് സ്ഥാപിച്ചത്. കുഞ്ചാക്കോയാണ്. രണ്ടാമത്തെ മേജർ സ്റ്റുഡിയോ ആണ് മേരി ലാൻഡ് എന്ന് പറയുന്നത്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ഇൻഡോർ സ്റ്റുഡിയോ ചിത്രാഞ്ജലിയാണ്. അത് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ആണ്. 1980 സ്ഥാപിച്ചതെന്നും കൂടി ഓർത്തിരിക്കാം. ഇനി പറയുന്നത് ആദ്യമായിട്ട് പുരസ്കാരങ്ങൾ ലഭിച്ച കുറച്ച് പേരാണ്. അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം, നമ്മുടെ സംസ്ഥാനത്തിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും ആദ്യം ലഭിച്ച മലയാള നടൻ ആരാണ്? PJ ആന്റണിയാണ് അല്ലെ. PJ ആന്റണിക്ക് നിർമ്മാല്യം എന്ന ചിത്രത്തിൽ വെളിച്ചപ്പാടിന്റെ റോളാണ്. അപ്പൊ അതിനാണ് കിട്ടിയത്. അപ്പൊ PJ ആന്റണിക്ക് നിർമ്മാല്യം. PJ ആന്റണി ദേശീയ പുരസ്കാരം. PJ ആന്റണിക്കാണ് ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിച്ച മലയാള നടൻ എന്ന് പറയുന്നത്. ദേശീയ പുരസ്കാരം ലഭിച്ച മലയാള നടി ആരാണ്? അത് ശാരദയാണ് ദേശീയ പുരസ്കാരം ലഭിച്ച മലയാള നടി. തുലാഭാരം എന്നുള്ള ചിത്രത്തിനാണ് ലഭിച്ചത്. ഏറ്റവും അധികം ചിത്രങ്ങളിൽ നായകനായിട്ട് അഭിനയിച്ച് ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടിയ നടൻ ആരാണ്? അതറിയാലോ, പ്രേം നസീർ ആണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായിട്ട് അഭിനയിച്ച് ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടിയത്. ഈ പ്രേം നസീർ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ആരുടെ കൂടെയാണ്? ഷീലയുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അതായത് നായകനും നായികയായിട്ട് ഏറ്റവും കൂടുതൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രേം നസീറും ഷീലയാണ്. അടുത്തത് മലയാള സിനിമയിലെ ആദ്യ നായിക നമ്മൾ പറഞ്ഞതാണ് PK റോസി. വിഗതകുമാരനിലെ PK റോസിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിന്റെ പേരെന്താണ്? നഷ്ടനായിക എന്നുള്ളതാണ്. ഇനി പത്മശ്രീ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ തിക്കുറിശി സുകുമാരൻ. തിക്കുറിശിനെ അറിയാലോ? അറിയാത്തൊരു പ്രായമായിട്ടുള്ള മനുഷ്യൻ അല്ലെ, എല്ലാവർക്കും അറിയായിരിക്കും. പത്മശ്രീ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടനാണ് തിക്കുറിശി എന്ന് പറയുന്നത്. മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തിക്കുറിശി. ഇപ്പൊ നല്ലല്ലേ, ഇപ്പൊ അദ്ദേഹം മരിച്ചു. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമയിലൊക്കെ മോഹൻലാലിന്റെ കൂടെയൊക്കെ കുറെ സിനിമകളിലുണ്ട്, മോഹൻലാലിന്റെ അച്ഛനായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ സിനിമകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണല്ലേ. അപ്പൊ ഏറ്റവും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു അദ്ദേഹം. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആണ് ആര്? തിക്കുറിശി എന്ന് പറയുന്നത്. തിക്കുറിശി സുകുമാരൻ നായർ. തിക്കുറിശി എന്ന് എപ്പോഴും പറയാറുള്ളൂ. തിക്കുറിശി സുകുമാരൻ നായരാണ് മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് പത്മശ്രീ അവാർഡ് ലഭിച്ചത്. അപ്പൊ പത്മശ്രീ ലഭിച്ച് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ എന്ന് പറയുന്നതും തിക്കുറിശി തന്നെയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ മേജർ സ്റ്റുഡിയോ നമ്മൾ പറഞ്ഞതാണ് ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് കുഞ്ചാക്കോയാണ്. കേരളത്തിലെ രണ്ടാമത്തെ സിനിമാ സ്റ്റുഡിയോ മേരിലാൻഡ് തിരുവനന്തപുരത്താണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി എന്ന് പറയുന്ന സ്റ്റുഡിയോ അല്ല, ഫിലിം സൊസൈറ്റി ചിത്രലേഖയാണ്. മറ്റേത് സ്റ്റുഡിയോ ആണ്. ഇത് എന്താണ്? ഫിലിം സൊസൈറ്റി ചിത്രലേഖ. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ഇൻഡോർ സ്റ്റുഡിയോ നമ്മൾ പറഞ്ഞതാണ് ചിത്രാഞ്ജലി. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥാപിതമായത് 1980 വിഗതകുമാരൻ എന്ന സിനിമയുടെ നിർമ്മാണം നടന്ന സ്റ്റുഡിയോ ഏതാണ്? അത് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നുള്ളതാണ്. ഇനി പാർലമെന്റ് അംഗമായ ആദ്യത്തെ മലയാള സിനിമാ താരം ആരാണ്? പാർലമെന്റ് അംഗമായിട്ടുള്ളത് ആദ്യം ഇന്നസെന്റ് ആണ്, സുരേഷ് ഗോപി അല്ല. പാർലമെന്റ് അംഗമായിട്ടുള്ള ആദ്യത്തെ സിനിമാ നടൻ എന്ന് പറയുന്നത് ഇന്നസെന്റ് ആണ്. ലോകസഭയിലാണ് അംഗമായതെന്ന് അറിയാം. രാജ്യസഭയിൽ അംഗമായ ആദ്യത്തെ മലയാള സിനിമാ നടനാണ് സുരേഷ് ഗോപി. രാജ്യസഭാ അംഗമായ ആദ്യത്തെ മലയാള സിനിമാ നടൻ അത് സുരേഷ് ഗോപിയാണ്. ലോകസഭാ അംഗമായ മലയാള സിനിമാ നടൻ ഇന്നസെന്റ് ആണ്. ഇനി പാർലമെന്റിൽ അംഗമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഇന്നസെന്റ് ആണ്. കാരണം സുരേഷ് ഗോപിക്ക് മുമ്പ് ആരാണ്? ഇന്നസെന്റ് നമ്മുടെ പാർലമെന്റിൽ അംഗമായിട്ടുണ്ട്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോകസഭയും രാജ്യസഭയാണല്ലോ. ഇന്നസെന്റ് ലോകസഭയിലും സുരേഷ് ഗോപി രാജ്യസഭയിലാണ് അംഗമായിട്ടുള്ളത്. അതിൽ ഇന്നസെന്റ് ആണ് ആദ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് പാർലമെന്റ് അംഗമായ ആദ്യത്തെ മലയാള സിനിമാ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നസെന്റ് ആണ്. ഇനി ഡീലിറ്റ് ബിരുദം നേടിയ ആദ്യത്തെ മലയാള സിനിമാ നടൻ മമ്മൂട്ടിയാണ്. ഡീലിറ്റ് ബിരുദം നേടിയ ആദ്യത്തെ മലയാള നടൻ ആരാണ്? മമ്മൂട്ടിയാണ്. ദേശീയ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ബാലതാരം മാസ്റ്റർ അരവിന്ദ് എന്നുള്ള പേര് ശ്രദ്ധിക്കാം. ഓപ്പോൾ സിനിമയിലെ അഭിനയത്തിനാണ്. ഇനി മികച്ച സംഘടന സംവിധാനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി ആദ്യമായിട്ട് മികച്ച സംഘടനം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫൈറ്റ് അല്ലെ, അതിന്റെ സംവിധാനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് പീറ്റർ ഹെയ്ൻ എന്ന് പറയുന്നത്. പുലിമുരുകൻ സിനിമയിലെ പീറ്റർ ഹെയ്ന്റെ ഫൈറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. അതില് മോഹൻലാൽ ഇങ്ങനെ കറങ്ങി വന്ന ഒരു കൈയൊക്കെ കുത്തിയിരുന്ന് ഇപ്പൊക്കെ ഇല്ലേ, അത് തന്നെ നമ്മുടെ മികച്ച സംഘടന സംവിധാനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? പീറ്റർ ഹെയ്ൻ ആണ്. പീറ്റർ ഹെയ്ൻ, പുലിമുരുകൻ. ഗാനരചനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരായിരിക്കും? ഗാനരചന എന്ന് കേട്ട ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ആര് തന്നെയാണ്? വയലാർ രാമവർമ്മനെ നേരെ കുത്താം. അപ്പൊ ഗാനരചനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളിയാണ് വയലാർ രാമവർമ്മ എന്ന് പറയുന്നത്. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി, തിരക്കഥയ്ക്കുള്ള മികച്ച ദേശീയ പുരസ്കാരം ലഭിച്ചത്
SL പുരം സദാനന്ദനാണ്. SL പുരം സദാനന്ദൻ മികച്ച തിരക്കഥയ്ക്കുള്ളതാണ്, തിരക്കഥയ്ക്ക്. അപ്പൊ നിങ്ങൾ ഈ സദാനന്ദൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സദാനന്ദന്റെ സമയത്തിലെ ദിലീപിനെ ഓർത്താൽ മതി അല്ലെ. ഭയങ്കര തിരക്കഥയ്ക്ക് ഉണ്ടാക്കിയല്ലേ, ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകല്ലേ മൂപ്പര്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി, മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി SL പുരം സദാനന്ദനാണ്. ഈ SL പുരം സദാനന്ദൻ തന്നെയാണ് ചെമ്മീൻ സിനിമയുടെ തിരക്കഥക്കാരനെയാണ് ഈ SL പുരം സദാനന്ദൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് ചെമ്മീനിലെ തിരക്കഥയ്ക്കല്ല, അത് അഗ്നിപുത്രി എന്നുള്ള ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണ്. അഗ്നിപുത്രി എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണ് ഈ SL പുരം സദാനന്ദന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്. ചോദ്യം എന്താണ്? മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി SL പുരം സദാനന്ദനാണ്. ഈ SL പുരം സദാനന്ദൻ തന്നെയാണ് ചെമ്മീനിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് അഗ്നിപുത്രി എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണ്. കഴിയാറായി, ബോറടിച്ച് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. മലയാള സിനിമാ ഗാനത്തിനുള്ള ദേശീയ അവാർഡ്, ആർക്കായിരിക്കും? വല്ല സംശയമുണ്ടോ? യേശുദാസിന് തന്നെ അല്ലെ, KJ യേശുദാസിനാണ്. അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ ഗാനത്തിനാണ്. മലയാള സിനിമാ ഗാനത്തിന് ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ ഗായകൻ ആരാണ്? KJ യേശുദാസ് ആണ്. അതേപോലെ തന്നെ അപ്പൊ മലയാള സിനിമാ ഗാനത്തിന് ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ ഗായിക ആരായിരിക്കും? ആദ്യത്തെ ഗായിക എന്ന് പറയുന്നത് S ജാനകിയാണ് ആദ്യത്തെ ഗായിക. രണ്ടാമത്തെ ഗായികയാണ് KS ചിത്ര എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരങ്ങൾ നമ്മുടെ ഈ ഗായികയ്ക്കുള്ള ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കാണ്. പക്ഷെ ഏറ്റവും ആദ്യം ലഭിച്ചത് KS ചിത്രയ്ക്കല്ല, അത് S ജാനകിക്കാണെന്ന് ഓർത്തിരിക്കുക. S ജാനകി മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യം നേടിയത് S ജാനകിയാണ്. എന്നാൽ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും ആദ്യം നേടിയത് നമ്മുടെ KJ യേശുദാസ് തന്നെയാണ്. അച്ഛനും ബാപ്പയും എന്നുള്ള ചിത്രത്തിലെ ഗാനത്തിനാണ് അത് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തവണ ഗായിക ുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കാണ്. ഏറ്റവും കൂടുതൽ തവണ. നമുക്കറിയാലോ, വാനമ്പാടി, കേരളത്തിന്റെ വാനമ്പാടി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യേശുദാസ് ആദ്യമായി ആലപിച്ച ചിത്രം ഏതെന്നാണ്? കാൽപ്പാടുകൾ. യേശുദാസ് ആദ്യമായിട്ട് ആലപിച്ച ചിത്രം കാൽപ്പാടുകളാണ്. അപ്പൊ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുമ്പോൾ കാലൊക്കെ തൊട്ട് വണന്നിട്ടല്ലേ നമ്മ പോകുക അല്ലെ, നമ്മ അച്ഛനെ അമ്മനെയൊക്കെ കാല് തൊട്ട് വണന്നിട്ടാണല്ലേ പോകുക. അപ്പൊ അതുകൊണ്ട് തന്നെ യേശുദാസ് ആദ്യമായിട്ട് ആലപിച്ച ചിത്രം കാൽപ്പാടുകൾ ആണ്. ജാതിഭേദം മതദ്വേഷമില്ലാതെ സർവരും എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് യേശുദാസ് മലയാള സിനിമയിൽ ആദ്യമായി ആലപിച്ച ഗാനം അല്ലെ. തുടക്കം തന്നെ സൂപ്പർ ആയിരുന്നു അല്ലെ. ഇപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ അല്ലേ, അദ്ദേഹം അല്ലെ നമ്മുടെ ശബരിമലയിലടക്കം പോയിട്ടുണ്ട്. യേശുദാസ് പറഞ്ഞത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും നമ്മുടെ എല്ലാ മതങ്ങളിലും ഒരുപോലെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ടും ആദ്യത്തെ ഗാനവും അത് തന്നെയായിരുന്നു. ജാതിഭേദം മതദ്വേഷം ഇല്ലാതെ സർവരും എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് യേശുദാസ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ആലപിച്ചത്. അപ്പൊ യേശുദാസിനെ കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങളാണ് പറഞ്ഞത്? മലയാള സിനിമാ ഗാനത്തിന് ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ ഗായകൻ KJ യേശുദാസ് ആണ്. അച്ഛനും ബാപ്പയും എന്നുള്ളതായിരുന്നു ചിത്രം. യേശുദാസ് ആദ്യമായിട്ട് ആലപിച്ച ചിത്രം കാൽപ്പാടുകൾ. കാല് തൊട്ട് വളരെയധികം വിനയമുള്ള ഒരു വ്യക്തിയാണല്ലേ KJ യേശുദാസ്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത്ര വലിയ ഗായകനാണെന്നുള്ള ഒരു അഹങ്കാരവും അദ്ദേഹത്തിനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ആലപിച്ചത് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലാണ്. ജാതിഭേദം മതദ്വേഷമില്ലാതെ സർവരും എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് യേശുദാസ് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ആലപിച്ച ഗാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാന പുരസ്കാരം ലഭിച്ച ഗായകൻ, സംസ്ഥാന പുരസ്കാരമാണ് കേട്ടോ ഇത്. ഏറ്റവും കൂടുതൽ സംസ്ഥാന പുരസ്കാരം ലഭിച്ച ഗായകനും KJ യേശുദാസ് തന്നെയാണ്. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന പിന്നണി ഗായകനാണ് KJ യേശുദാസ് അല്ലെ. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന പിന്നണി ഗായകനാണ് KJ യേശുദാസ്. ഗാനഗന്ധർവൻ എന്ന് യേശുദാസിനെ വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പാണ് ഗാനഗന്ധർവൻ എന്ന് യേശുദാസിനെ വിശേഷിപ്പിച്ചത്. മലയാള സിനിമാ ഗാനത്തിന് ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ ഗായിക S ജാനകിയാണ്. ഓപ്പോൾ എന്ന ചിത്രത്തിന്. മലയാളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഗായികയാണ് അല്ലെ KS ചിത്ര. മലയാളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഗായികയാണ് KS ചിത്ര. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം ലഭിച്ച മലയാളി ഗായികയും KS ചിത്ര തന്നെയാണ്. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം ലഭിച്ച മലയാളി ഗായിക KS ചിത്രയാണ്. ഇനി ലതാ മങ്കേഷ്കർ പാടിയ ആദ്യത്തെ മലയാള ചിത്രം എല്ലാവർക്കും അറിയാലോ, നെല്ല് എന്നുള്ള ചിത്രത്തിലാണ് ലതാ മങ്കേഷ്കർ ആദ്യമായിട്ട് പാടിയത്.
ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ ആരാണ്? ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ ജഗതി ശ്രീകുമാറാണ്. ഇപ്പൊ അദ്ദേഹത്തിന് വയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം എല്ലാ റെക്കോർഡും ഭേദിച്ചുകൊണ്ട് ഒരു കാലത്തും ഒരാൾക്കും ഭേദിക്കാൻ പറ്റാത്ത റെക്കോർഡുകൾ അദ്ദേഹം സൃഷ്ടിച്ചേനായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്, മലയാള നടൻ എന്ന് പറയുന്നത് ജഗതി ശ്രീകുമാറാണ്. ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച മലയാള നടൻ, നായകനായിട്ടല്ല. നായകൻ എന്ന് എടുത്തു പറഞ്ഞ ആരാണ്? അത് പ്രേം നസീറാണ്. ഇത് നായകനല്ല, വെറും നടൻ ആരാണ്? ജഗതി ശ്രീകുമാറാണ്. ഇനി ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നടി ആരാണ്? നടി എന്ന് പറയുന്നത് സുകുമാരിയുമാണ്. അടുത്തത് ഭാർഗവി നിലയം എന്ന മലയാള ചിത്രത്തിന് പശ്ചാത്തലമായ കൃതി അല്ലെ? നീലവെളിച്ചം, എല്ലാവർക്കും അറിയുന്നതാണ്. നീലവെളിച്ചം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചമാണ് ഭാർഗവി നിലയം എന്ന മലയാള ചിത്രത്തിന് പശ്ചാത്തലമായ കൃതി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നീലവെളിച്ചം എന്നുള്ള പേരിൽ തന്നെ നമ്മുടെ ടോവിനോ തോമസ് അഭിനയിച്ചുകൊണ്ടും ഒരു സിനിമ പുറത്തിറങ്ങി. അതിലും ഇത് തന്നെയായിരുന്നു അല്ലെ, നീലവെളിച്ചം എന്നുള്ള കഥ തന്നെയായിരുന്നു ഇതിവൃത്തമായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ഭാർഗവി നിലയം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ പശ്ചാത്തലമായ കൃതി നീലവെളിച്ചമാണ്. നീലവെളിച്ചം എന്നുള്ള മലയാള സിനിമയുടെയും പശ്ചാത്തലമായിട്ടുള്ള കൃതി നീലവെളിച്ചം തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് നീലവെളിച്ചം രചിച്ചിരിക്കുന്നത്. ഒരു വനിത പോലും അഭിനയിക്കാത്ത മലയാള ചിത്രം ഏതാണ്? മതിലുകളിലെ, എല്ലാവർക്കും അറിയായിരിക്കും. ഒരു വനിത പോലും, ആ മതിലുകൾ എന്നുള്ള സിനിമ കാണാൻ തന്നെ ഒരു അവാർഡ് കിട്ടിയ പടമാണെന്ന് നമുക്ക് തോന്നൂല, അത്ര രസമാണ് ആ പടം കാണാൻ. ഒരു വനിത പോലും അഭിനയിക്കാത്ത മലയാള ചിത്രമാണ് മതിലുകൾ എന്നുള്ളത്. നമുക്കായാലും അവസാനം വിഷമാവൂല അവർ തമ്മിൽ പരസ്പരം കാണാതെ. ഇനി ഒരാൾ മാത്രം അഭിനയിച്ച മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രമാണ് ദി ഗാർഡ് എന്നുള്ളത്. അതിനുശേഷം പിന്നീട് പല ചിത്രങ്ങളും വന്നിട്ടുണ്ട്. ഒരാൾ മാത്രം അഭിനയിച്ച ആദ്യത്തെ മലയാള ചിത്രം ദി ഗാർഡ് എന്നുള്ളതാണ്. ദി ഗാർഡ് കലാഭമണിയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇനി തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള സിനിമാ നടൻ, ആരായിരിക്കും? പ്രേം നസീർ തന്നെ. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച് ഗിന്നസ് റെക്കോർഡുള്ള മലയാളിയാണ് പ്രേം നസീർ. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകന്മാരായി അഭിനയിച്ച മലയാളികൾ ആരാണ്? അത് ഷീലയും പ്രേം നസീറുമാണ്. പിന്നെ ഇവിടെ കുറച്ച് കൃതികൾ തന്നിട്ടുണ്ട്. അതായത് ക്യാൻസർ വാർഡിലെ ചിരി, നമുക്കറിയാലേ ക്യാൻസർ വാർഡിലെ ചിരി ആരുടേതാണ്? കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. ചെറിയ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, അവർക്ക് പഠിക്കാനുള്ളതാണ് ഈ ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളത്. അതേപോലെ തന്നെ ചിരിക്ക് പിന്നിൽ എന്നുള്ളതും ഇന്നസെന്റിന്റെ തന്നെയാണ്. ചിരിക്ക് പിന്നിൽ എന്നുള്ളത് ഇന്നസെന്റിന്റെ ആത്മകഥയാണ്. അത് രണ്ടും ശ്രദ്ധിക്കണം. ക്യാൻസർ വാർഡിലെ ചിരി എല്ലാവർക്കും കിട്ടിയിരിക്കും, കാരണം അറിയാം അദ്ദേഹത്തിന് ക്യാൻസർ ആയിട്ട് അതിൽ നിന്ന് റിക്കവർ ആയതിനു ശേഷം അദ്ദേഹം എഴുതിയതാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളത്. പിന്നെ ചിരിക്ക് പിന്നിൽ എന്നുള്ളതും ഇന്നസെന്റിന്റെയാണ്. എന്നാൽ ചിരിമയം എന്നുള്ളത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെയാണ്. ചിരിമയം എന്നുള്ളത് സുരാജ് വെഞ്ഞാറമൂടിന്റെയാണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെയും തന്നിട്ടുണ്ടെങ്കിലും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇത് ശ്രദ്ധിക്കാം. ക്യാൻസർ വാർഡിലെ ചിരിക്ക് പിന്നിൽ എന്നുള്ളത് ഇന്നസെന്റിന്റെയാണ്. ചിരിമയം എന്നുള്ളത് സുരാജ് വെഞ്ഞാറമൂടിന്റെയാണെന്നും കൂടിയും ശ്രദ്ധിക്കാം. നമ്മളപ്പോൾ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താണ്. ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് PSC നമ്മുടെ മലയാള സിനിമയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ദേശീയ പുരസ്കാരങ്ങളാണ്. അതായത് ദേശീയ പുരസ്കാരം ലഭിച്ച മലയാള സിനിമകൾ പഠിക്കണം. ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളത്തിലെ നടിമാര് അവരുടെ സിനിമകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വർഷമാണ് ലഭിച്ചത്, ആ വർഷം കൂടി കൃത്യമായി എടുത്ത് പഠിക്കണം. അപ്പൊ കുറച്ചും കൂടി സീരിയസ് ആയി പഠിക്കേണ്ട കാര്യമാണ് അതെന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് കറണ്ട് ആയിട്ട് ഇപ്പോൾ അടുത്ത് 2023 ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ, അത് നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. അതും PSC ചോദിക്കാറുള്ളതാണ്. അപ്പൊ അത് പഠിക്കുമ്പോൾ, അതേപോലെ തന്നെ ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരങ്ങളും പിന്നെ പല പുരസ്കാരങ്ങളുണ്ടല്ലേ, അതൊക്കെ നമുക്ക് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ദേശീയ പുരസ്കാരങ്ങൾ പറഞ്ഞിട്ട് പോകാം. അത് കുറച്ചും കൂടി സീരിയസ് ആയി പഠിക്കേണ്ടതാണ്, കൃത്യമായിട്ട് വർഷങ്ങൾ എടുത്ത് പഠിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഫുള്ള് കോഡായിട്ട് തന്നെ പറഞ്ഞ് പഠിക്കാം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്ക് സെറ്റാക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ ഞാൻ അടിയിൽ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് നൽകുന്നുണ്ട്. കാരണം ഈ നോട്ടുകൾ നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ സമയത്ത് കാണിക്കുന്നത് പൂർണ്ണമാകണമെന്നില്ല. ഈ വീഡിയോ എടുക്കുക, അതായത് ക്ലാസ് റെക്കോർഡ് ചെയ്യാന്നതിനേക്കാളും വളരെയധികം കഷ്ടപ്പാടുള്ള കാര്യമാണ് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾക്ക് വളരെ സമയം കുറവാണ്, അതിനുള്ളിൽ ക്ലാസ് എടുക്കുക, പിന്നെ ആ ക്ലാസ് എടുത്തത് മുഴുവനും അത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും മടിയുള്ളൊരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരിക്കും മിക്കപ്പോഴും അത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നോട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള നോട്ട് കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാണ്, ഇത് നോട്ടുകൾ എന്ന് പറയുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടല്ല. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് എൻ്റെ നോട്ട്ബുക്കിലുണ്ട്, പക്ഷെ അത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല.
അപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു നോട്ട് ഉണ്ടാക്കും, എന്നാലേ എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ചാനലിൽ നിന്ന്, ടെലഗ്രാം ചാനലിൽ നിന്നൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്ത നോട്ടുകളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയലുകളിൽ നിന്ന് ഫോട്ടോ എടുത്തതായിരിക്കാം. അപ്പം എൻ്റെ നോട്ടല്ല അത്. അപ്പം ഞാൻ അത് ആദ്യം പറയുകയാണ്. ഇനി അതിൽ നോട്ട് കാണുമ്പോൾ ഇത് മിസ്സിൻ്റെ നോട്ടല്ലല്ലോ എന്ന് പറയരുത്. എൻ്റെ നോട്ടല്ല, ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്. ഇനി ഒരു നോട്ടും കൂടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു കീറാമുട്ടിയായി പോകും. കാരണം നമുക്കറിയാലോ, ഒരു ജോലിയുണ്ട്, പിന്നെ മക്കളുണ്ട്, എല്ലാ കാര്യങ്ങളും കൂടി കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു വീട്ടമ്മനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ എൻ്റെ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ സാധിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് ക്ലാസ് നിർത്തുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി.